ചെയ്യുകയാണ്. അതോടൊപ്പം ഇതിന് ആമുഖ ഭാഷണം നടത്തുന്ന തുവൂർ GHSലെ അബ്ദുൽ മജീദ് സാറ്, അതോടൊപ്പം നമ്മുടെ മുഖ്യാതിഥികളായി എത്തുന്ന ഷിഹാബ് NK, അഭയ് പ്രകാശ്, മുഫീദ് ജമാൻ എന്നിവരെയും, അതോടൊപ്പം ടീം CG&SCയുടെ ഔദ്യോഗികമായി ഈ പരിപാടി പങ്കെടുക്കുന്നില്ലെങ്കിലും നമ്മുടെ പരിപാടി കാണാൻ വേണ്ടി എത്തിയിട്ടുള്ള സ്റ്റേറ്റ് അമരക്കാരൻ, അതോടൊപ്പം ജില്ലാ അമരക്കാരൻ അനിൽ സാർ, ഈ ഒരു പ്രോഗ്രാമിന്റെ ചുക്കാൻ പിടിക്കുന്ന ഇബ്രാഹിം മാസ്റ്റർ, അതോടൊപ്പം ഈ പ്രോഗ്രാമിൽ എത്തിച്ചിരുന്ന എല്ലാവരെയും, എല്ലാ CG&SC കരിയർ ഗൈഡുമാരെയും, ഈ കുടുംബത്തിനംഗങ്ങളെയും, അതോടൊപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇതിന് തയ്യാറായി ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ കൂടെ നടക്കുന്ന വിദ്യാർത്ഥിനികളെയും, കഴിഞ്ഞ പ്രോഗ്രാമിൽ സമ്മാനം കിട്ടിയ, കഴിഞ്ഞ പ്രോഗ്രാമിന്റെ വിർച്വൽ ടൂർ കഴിഞ്ഞ് അത് വളരെ മനോഹരമായി വിവരിച്ച് സമ്മാനം ലഭിച്ച 3 വിദ്യാർത്ഥികളുണ്ട്. അവരിൽ ഒരാൾക്ക് ഇന്ന് സമ്മാനം കൊടുക്കുന്നുണ്ട്. അവരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിന്റെ ഇബ്രാഹിം മാഷ, അടുത്തത് ഇൻട്രഡക്ഷൻ അല്ലേ? ഇൻട്രഡക്ഷൻ സ്പീച്ചിന് വേണ്ടി അബ്ദുൽ മജീദ് സാറെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. ബഹുമാനപ്പെട്ട നമ്മളെ സ്വാഗതം പറഞ്ഞ നമ്മുടെ സമീർ സർവേളം, അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് കൗൺസിലിന്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അസീം സാർ, പ്രിയമുള്ളവരെ, ആമുഖത്തിന്റെ മുൻപ് നമ്മളിവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മുടെ കഴിഞ്ഞ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വെർച്വൽ ടൂർ നടത്തിയിരുന്നു. ആ ടൂറിന്റെ കൂടെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം മനാട്ടിൽ സാർ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൂറിന്റെ ഒരു നല്ല സമഗ്രമായ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതിന് കൃത്യസമയം വെച്ചിരുന്നു. എങ്കിലും സമയത്തിന് ശേഷവും ഒരുപാട് കുട്ടികൾ റിപ്പോർട്ട് ഇവിടെ നൽകുകയുണ്ടായി. നിർഭാഗ്യവശാൽ നമുക്കത് പരിഗണിക്കാൻ പറ്റിയില്ല. കൃത്യസമയത്ത് അയച്ച 100 കണക്കിന് റിപ്പോർട്ടുകളിൽ നിന്നും 3 എണ്ണമാണ് ബെസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ 3 കുട്ടികളുടെ വീട്ടിലും നേരിട്ടെത്തി അവർക്കുള്ള സമ്മാനം കൈമാറണം എന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ലഭ്യമായിട്ടുള്ള 3 കുട്ടികളിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഫിദ MA ARHSS പട്ടപുറം, 2ാം സ്ഥാനം അൻസൽ ഫഹ്മീർ P PMSA HSS ചെമ്മൻകടവ്, 3ാം സ്ഥാനം മുന സൽദാന PPT MY HSS ചെറു. ഇതില് 2ാം സ്ഥാനം നേടിയ അൻസൽ ഫഹ്മീർ P PMSA HSS ചെമ്മൻകടവിന്റെ വീട്ടില് ആ സ്കൂളിൽ തന്നെ കരിയർ ഗൈഡ് ആയിട്ടുള്ള മുജീബ് സാറും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ നേതൃത്വം കൊടുക്കുന്ന ഇബ്രാഹിം മനാട്ടിൽ സാറും ലൈവായിട്ട് ഈ കുട്ടികളെ പ്രോത്സാഹന സമ്മാനം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇബ്രാഹിം സാർ റെഡിയാണല്ലോ? ഇബ്രാഹിം സാർ മ്യൂട്ടാണ്. തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് വിട്ടു തന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ 2ാം സ്ഥാനം നേടിയ അൻസൽ ഫഹ്മീർ P ചെമ്മൻകടവിലെ കരിയർ ഗൈഡും ഇബ്രാഹിം മനാട്ടിൽ സാറും വീട്ടിലെത്തിക്കൊണ്ട് ഇതാ നിർവഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ആഴ്ച നാം നടത്തിയ വെർച്വൽ ടൂർ ടു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന പ്രോഗ്രാമിന്റെ പിറ്റേ ദിവസം അതുമായി ബന്ധപ്പെട്ട റൈറ്റപ്പ് തയ്യാറാക്കാമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ധാരാളം കുട്ടികൾ അത് എഴുതി അയച്ചു. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയ 3 കുട്ടികളെ തിരഞ്ഞെടുത്തിരുന്നു. അങ്ങോട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഫിദ എന്ന കുട്ടിയാണ്. അവിടെ അല്പം നമുക്ക് പോകാൻ കഴിയില്ല. 2ാം സ്ഥാനം നേടിയത് അൻസിൽ ഫഹ്മീർ PMHSS ചെമ്മൻകടവ്. ആ കുട്ടിയുടെ വീട്ടിനടുത്ത് അൻസിലിനുള്ള പ്രൈസ്
മുന സെൻട്രാമാൻ കുട്ടിയാണ്. ഇവർക്ക് 3 പേർക്കും നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് കോച്ചിങ്ങിന് ഏറ്റവും അനുയോജ്യമായ 3 പുസ്തകങ്ങളാണ് സമ്മാനമായിട്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുള്ളത്. വൈകാതെ വീട്ടിലേക്ക് അത് മറ്റു കുട്ടിയുടെ വീട്ടിലേക്ക് വൈകാറുണ്ട് അത് എത്തിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഈ സമ്മാനാർഹനായിട്ടുള്ള കുട്ടിക്കും ഞങ്ങളുടെ ഈ മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ മനോഹരമായി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ എല്ലാ മുക്കുമൂലയിലും അവിടെ പഠിച്ച് അതിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച ഹമീദ് സാർ അല്പനിമിഷങ്ങൾക്കകം നമ്മളെ കൊണ്ടുപോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലേക്കാണ്. എങ്കിലും അതിനെക്കുറിച്ചൊരു കുറഞ്ഞ ഒരു ആമുഖം നമ്മൾ ഇവിടെ നൽകേണ്ടതുണ്ട്. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാ വിദ്യാർത്ഥികളെയും ഇതിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്തു. എന്തായാലും മിഷൻ 21 ഫ്ലൈറ്റ് ടു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മലപ്പുറം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിൽ ഒരുക്കുന്ന ഈ പുതുമയാർന്ന പ്രോഗ്രാമിൽ ഒരുപാട് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട്, എന്തുകൊണ്ടാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറഞ്ഞതാണെങ്കിലും ഇതിന്റെ തൊട്ട് മുമ്പ് രാമുഖം എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ബെസ്റ്റ് ഫെസിലിറ്റീസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അവിടുത്തെ ക്യാമ്പസ്, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, അവിടുത്തെ അഡ്മിഷൻ, അതായത് എൻട്രൻസ് എക്സാമിലൂടെയാണ് നമ്മുടെ +2 മാർക്കല്ല നോക്കുന്നത്. എൻട്രൻസ് എഴുതി ആർക്കും കേന്ദ്ര സർവകലാശാലകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് ആണ്, രാജ്യത്തെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ലൈബ്രറി, പിന്നെ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നും എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരുപക്ഷെ അതിനേക്കാൾ കുറഞ്ഞ രീതിയിലുള്ള ഫീസ് സ്ട്രക്ചർ ആണ് ഉള്ളത്. എങ്കിലും ഈ ഫീസ് സ്ട്രക്ചർ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പുകൾ, ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകൾ കേന്ദ്ര സർവകലാശാലകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ അലിഗഡ് മുസ്ലിം സർവകലാശാല പെരിന്തൽമണ്ണയിൽ നിന്നും ഇന്റഗ്രേറ്റഡ് LLB എടുക്കുകയും പിന്നീട് ടിസിൽ പോയി PhD എടുക്കുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിനിയെ പരിചയപ്പെട്ടു. എല്ലാ ചെലവും കഴിച്ച് ബാക്കി ക്യാഷ് നമ്മളെ പോക്കറ്റ് മണി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ച് നിങ്ങൾ കേട്ടു. ഇതൊക്കെ നമുക്ക് നൽകുന്ന മോട്ടിവേഷൻ കേന്ദ്ര സർവകലാശാലകൾ സാമ്പത്തികമായിട്ടും മറ്റേത് തരത്തിലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സവിശേഷത കോമ്പറ്റേറ്റീവ് സ്റ്റുഡൻസ് ആണ്. നമ്മൾ ഒരുപാട് മത്സര ബുദ്ധിയുള്ള കുട്ടികളുമായിട്ട് ഇടകലർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ്. ഒരുപക്ഷെ നമുക്ക് ക്യാമ്പസിൽ നിന്ന് തന്നെ റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കമ്പനികൾ വന്ന് ജോലിയിൽ കയറ്റാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ലഭിക്കുന്ന ഇന്ത്യയിലെ നമ്പർ 1 കേന്ദ്ര സർവകലാശാലകളെയാണ് കരിയർ ഗൈഡൻസ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നേരിട്ട് അവിടെ എത്തി പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര സർവകലാശാലകൾ എന്നുള്ളത്, നമ്മൾ അടുത്തിറങ്ങിയ ഒരു സിനിമ KGF എന്ന് പറയുന്ന ഒരു ഫിലിമില് ഉള്ള ഒരു ഡയലോഗ് ഉണ്ട്. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഇതെല്ലാ വിദ്യാർത്ഥികളും ചിലപ്പോൾ ഒരുപക്ഷെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. നമുക്ക് ശക്തരായ വിദ്യാർത്ഥികളെ, ശക്തരായ ആളുകളെ വേണം. അതിനെ പവർഫുൾ പ്ലേസുകളിൽ നിങ്ങൾ എത്തിച്ചേരണം. ഇന്ത്യയിലെ പവർഫുൾ പ്ലേസസ് ആണ് കേന്ദ്ര സർവകലാശാലകൾ എന്നുള്ളത് ഇനി വരുന്ന വെർച്വൽ ടൂറുകളിലും നിങ്ങൾ മനസ്സിലാക്കും. ഇതിനു മുമ്പ് നമ്മൾ അലിഗഡ് മുസ്ലിം സർവകലാശാലയെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ റാങ്കിങ്ങിൽ, ദേശീയ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മാത്രമല്ല ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് അതുപോലെ തന്നെ റിസർച്ച് മേഖലയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യയിലെ. പ്രധാനമായിട്ടും ഇന്റഗ്രേറ്റഡ് കോഴ്സുകളും അതുപോലെ തന്നെ MA MSc കോഴ്സുകളും അതുപോലെ തന്നെ PhD MPhil കോഴ്സുകൾക്ക് ഏറ്റവും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിട്ടുള്ളത് 1974 ഒക്ടോബർ 2-നാണ് ഇത് ദേശീയ സർവകലാശാലയായിട്ട് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇത് ഹൈദരാബാദിൽ ഇപ്പോൾ നമ്മൾ തെലങ്കാന സംസ്ഥാനത്താണ്. ഇത് ഗാഞ്ചിബൗളി എന്ന് പറയുന്ന സ്ഥലത്ത് തെലങ്കാന സംസ്ഥാനത്താണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2000 ഏക്കർ സ്ഥലത്താണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. അതിന്റെ ആ ലാൻഡ്സ്കേപ്പിങ്ങും അതിന്റെ മനോഹരമായ ദൃശ്യങ്ങളും അല്പനിമിഷങ്ങൾക്കകം നമ്മുടെ ബഹുമാനപ്പെട്ട ഹമീദ് സാർ നിങ്ങളെ മുമ്പിലും അതിമനോഹരമായിട്ട് അത് അവതരിപ്പിക്കും. മാത്രമല്ല 2019 കണക്ക് പ്രകാരം ഇവിടെ നിന്നും ഏകദേശം 5000 സ്റ്റുഡൻസ് പഠിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. 2019 ഏകദേശം 31,467 സ്റ്റുഡൻസ് ഇവിടെ നിന്നും പലതരത്തിലുള്ള ഡിഗ്രികള് ക്വാളിഫൈ ചെയ്തുകൊണ്ട് ഇറങ്ങുകയുണ്ടായി. ഇതിൽ ഏകദേശം 3303 PhD സ്റ്റുഡൻസും
4855 MPhil സ്റ്റുഡൻസും 2594 MTech സ്റ്റുഡൻസും അതുപോലെ തന്നെ 20715 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസ് ആൻഡ് ഡിപ്ലോമാസ് ഉള്ള കുട്ടികൾ ഇവിടെ നിന്നും 2019 ഇവിടെ നിന്നും പാസ് ഔട്ട് ആവുകയുണ്ടായി. മാത്രമല്ല ഇവിടുത്തെ ഫാക്കൽറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 189 പ്രൊഫസർമാരും 75 അസോസിയേറ്റ് പ്രൊഫസർമാരും അതുപോലെ തന്നെ 149 അസിസ്റ്റന്റ് പ്രൊഫസർമാരുമാണ് 2019 ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് താങ്ങായിട്ട് അവരെ നേർവഴിക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. നേരത്തെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ജെസ്സി ടീച്ചർ ഫാക്കൽറ്റീസ് പരിചയപ്പെടുത്തി നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളാണ്. പ്രധാനമായിട്ടും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി സെന്റർ ഓഫ് സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ വരുന്നതാണ് ദി സ്കൂൾ ഓഫ് ഫിസിക്സ്. ഫിസിക്സിൽ തന്നെ പ്രധാനമായിട്ടും അഡ്വാൻസ്ഡ് സ്റ്റഡി ഓഫ് ഇലക്ട്രോണിക് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, അഡ്വാൻസ്ഡ് സെന്റർ ഓഫ് റിസർച്ച് ഇൻ ഹൈ എനർജി മെറ്റീരിയൽസ് ഉണ്ട്, സെന്റർ ഫോർ എർത്ത് ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് സയൻസ് എന്ന് പറയുന്ന 3 വിഭാഗങ്ങൾ അടങ്ങുന്നതാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്കൂൾ ഓഫ് ലൈഫ് സയൻസ് ആണ്. രണ്ടാമതായിട്ട് ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ കെമിസ്ട്രി, പ്ലാന്റ് സയൻസസ്, അനിമൽ ബയോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, അതുപോലെ തന്നെ സിസ്റ്റംസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറയുന്ന വിഭാഗങ്ങൾ അടങ്ങിയ ലൈഫ് സയൻസും. മറ്റൊന്ന് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. മെഡിക്കൽ സയൻസിൽ പ്രധാനമായിട്ടും 2 ഡിപ്പാർട്ട്മെന്റുകളാണ്, സെന്റർ ഫോർ ഹെൽത്ത് സൈക്കോളജിയും സെന്റർ ഫോർ ന്യൂറൽ ആൻഡ് കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങുന്ന മെഡിക്കൽ സയൻസിന്റെ ഒരു സ്കൂളും. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് എന്ന് നമ്മൾ ഇവിടെ പറയുമ്പോൾ സാധാരണ എല്ലാ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളാണ്. പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹ്യൂമാനിറ്റീസ് കൂടുതൽ ലാംഗ്വേജ് പരമായിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, ഉറുദു, ലിറ്ററേച്ചർ, സാൻസ്ക്രിറ്റ് സ്റ്റഡീസ്, ഫോറിൻ ലാംഗ്വേജസ് തുടങ്ങിയ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്. മറ്റൊന്ന് പ്രധാനമായിട്ടും ദി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ആണ്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി, എഡ്യൂക്കേഷൻ ടെക്നോളജി, റീജിയണൽ സ്റ്റഡീസ്, ഫോക്ക് കൾച്ചർ സ്റ്റഡീസ്, കൾച്ചർ ആൻഡ് ഇന്നോവേഷൻ സ്റ്റഡീസ്, ഹ്യൂമൻ റൈറ്റ്സ്, വിമൻ സ്റ്റഡീസ് ആൻഡ് അംബേദ്കർ സ്റ്റഡീസ് തുടങ്ങിയ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്. കൂടാതെ സരോജിനി നായിഡു ഓഫ് സ്കൂൾ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ചും ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് SN സ്കൂൾ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാൻസ്, തിയേറ്റർ ആർട്സ്, ഫൈൻ ആർട്സ്, കമ്മ്യൂണിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് തുടങ്ങിയ ഫൈൻ ആർട്സ് ഉൾപ്പെടുന്ന SN സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും. കൂടാതെ ഈ സ്കൂളുകളെല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കൂടാതെ സിംഗിൾ ഡിസിപ്ലിനറി ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, കെമിസ്ട്രി, ഇക്കണോമിക്സ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇവയൊക്കെ സിംഗിൾ ഡിസിപ്ലിനും ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം മൾട്ടി ഡിപ്പാർട്ട്മെന്റ് സ്കൂളുകളുമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഈ കോഴ്സുകൾക്കെല്ലാം എൻട്രൻസ് ആണ് നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം ഈ 10ാം മാസത്തിലാണ് ക്ലാസ്സുകളൊക്കെ തുടങ്ങേണ്ടിയിരുന്നത്. ഈ കോവിഡ് കാലം പ്രശ്നം കൊണ്ട് അതിങ്ങനെ നീണ്ടുപോയിട്ടുണ്ട്. എങ്കിലും ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ഇവിടേക്കുള്ള എൻട്രൻസ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ജനറൽ വിഭാഗത്തിന് 600 രൂപയും, EWS ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് 550 രൂപയും, OBCക്ക് 400 രൂപയും, SC ST PWD ഫിസിക്കൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ 275 രൂപയുമാണ്. അപ്പോൾ ജനറൽ 600, EWS 550, OBC 400, SC ST 275. ഇനി കേരളത്തിൽ എവിടെ പോയി എക്സാം എഴുതാമെന്ന് നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ തൊട്ടടുത്ത് തന്നെ കോഴിക്കോടും കൊച്ചിയിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാമുള്ള സെന്ററുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കോഴിക്കോട്, കൊച്ചിയാണ് കേരളത്തിലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസിന്റെ പ്രധാന സെന്റേഴ്സ്. ഇനി ഇതിന്റെ ഫീസ് ഘടനയൊക്കെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും 3 അടിപൊളി ഗസ്റ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഇന്റഗ്രേറ്റഡ് MA ആണെങ്കിൽ 5240 മുതൽ അങ്ങനെ പോകും. MSc ആണെങ്കിൽ 6510 മുതൽ 15200 വരെയുള്ള കോഴ്സുകളുണ്ട്. MBA ആണ് ഏറ്റവും കൂടുതൽ ഫീസ് ഉള്ളത്. 1,22,000 മുതൽ 1,999 വരെയുള്ള കോഴ്സുകളുണ്ട്. 9,200 വരെയുള്ളത്. MPhil ആണെങ്കിൽ 6,120 മുതൽ PhDക്ക് അങ്ങനെ 6,000 സംതിങ് മുതൽ ഈ രീതിയിലുള്ള ഫീസ് ഘടനയുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാൻ സമയമില്ല. നമുക്ക് സംശയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. നമുക്കിന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഉന്നത പഠനം നടത്തിക്കൊണ്ട് PhD സ്കോളർ ആയിട്ടുള്ള ഷിഹാബ് NK നമ്മുടെ കൂടെ ഇന്ന് ചേരും. അതുപോലെ തന്നെ അഭയ് പ്രകാശ്
അവിടെ ഇന്റഗ്രേറ്റഡ് MA സോഷ്യോളജി സ്റ്റുഡന്റ് ആയിട്ടുള്ള അഭയ് പ്രകാശ് നമ്മളെ കൂടെ ചേരും. അതുപോലെ തന്നെ മുഫീദ് സമാൻ ഇന്റഗ്രേറ്റഡ് MSc ഫിസിക്സ്. അപ്പൊ സയൻസിൽ നിന്നും മാനവിക വിഷയങ്ങളിൽ നിന്നും PhDയിൽ നിന്നും പ്രഗത്ഭരായിട്ടുള്ള 3 ഗസ്റ്റുകളെ നമുക്ക് നമ്മുടെ അമീദ് സാർ എന്നിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്കുള്ള അറിവുകൾ, ലഭ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ ഈ ടൂറിന് ശേഷം നിങ്ങൾക്കിത് നിറവേറ്റാം. നമ്മൾ സാധാരണ ഒരു ടൂർ അല്ല, യഥാർത്ഥത്തിൽ ഒരു സ്റ്റഡി ടൂറാണ് നമ്മൾ നടത്തുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹമീദ് സാറുടെ സ്റ്റുഡിയോയിലേക്ക് പോകാം. ഹമീദ് സാർ നമ്മളെ വെർച്വലി ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗെറ്റ് റെഡി ഫോർ ദി വെർച്വൽ ടൂർ. ഓക്കെ, താങ്ക് യു. ഹമീദ് സാർ. ഹലോ സർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് സർ, യെസ് സർ, യെസ്. ഓക്കെ, ലെറ്റ് us start. ഓക്കെ അല്ലേ സർ? തുടങ്ങാം. ഓക്കെ, പ്രിയ വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഗൈഡൻസിന്റെ സംഘാടകര്, ഒപ്പം നമ്മുടെ ഗസ്റ്റ് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അടുത്ത് കിടക്കുന്ന കേവലം ഒരു ദിവസത്തെ ട്രെയിൻ യാത്ര കൊണ്ട് എത്താൻ പറ്റുന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നമുക്ക് തുടങ്ങാം. വളരെ വിശാലമായ ഒരു ക്യാമ്പസ് ആണ്. ഏതാണ്ട് 2300 ഏക്കറിൽ കിടക്കുന്ന ക്യാമ്പസ്. വൈവിധ്യങ്ങളായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ഓടിച്ച് ആ ക്യാമ്പസിലൂടെ ഒന്ന് കറങ്ങി നടക്കാം. ഞാൻ എൻ്റെ സ്ക്രീനും ഷെയർ ചെയ്യുന്നു. നമുക്കൊന്ന് പെട്ടെന്ന് പോയിട്ട് വരാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? തുടങ്ങണം. അങ്ങനെ നമ്മള് ഹൈദരാബാദിലെത്തി. നമ്മൾ നേരെ ക്യാമ്പസിലേക്ക് പോവാണ്. നമ്മള് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകൾ ഇങ്ങനെയാണ് ക്യാമ്പസ് സ്വീകരിക്കുന്നത്. മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടാണിത്. ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്ക് പോയിന്റ് ഉണ്ട്. അതിലൂടെ നമ്മൾ ക്യാമ്പസിലേക്ക് എത്തി. ക്യാമ്പസിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. വിദ്യാർത്ഥികളുടെ അഡ്മിഷനും എക്സാം എല്ലാം ഇവിടെയാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഔദ്യോഗിക സംവിധാനമാണത്. വളരെ വിശാലമായ ഒരു ക്യാമ്പസ് ആണെന്ന് പറഞ്ഞു. ഇതിലൂടെ എത്തുന്നത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഷോപ്കോം എന്ന് വിദ്യാർത്ഥികളൊക്കെ വിളിക്കുന്ന ഒരു ഏരിയയാണിത്. വിദ്യാർത്ഥികൾക്ക് സൊറ പറഞ്ഞിരിക്കാനും വേണ്ടി വന്നാൽ രാഷ്ട്രീയ ചർച്ചകൾക്കും മറ്റെന്തെങ്കിലും സംവാദങ്ങൾക്കും രാജ്യത്തെ ബാധിക്കുന്ന, വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പ്രധാന ഏരിയയിലാണ്. അതിന്റെ അടയാളങ്ങൾ നിങ്ങൾ അവിടെ കാണുന്നുണ്ടാകും. ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പതിയുന്ന ഒരു പേരുണ്ട്. 2015 അവിടെ നടന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിന്റെ ഒരു ഓർമ്മ അവിടെ ഉണ്ട്. രോഹിത് വെമുല എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സൂയിസൈഡായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആ പ്രക്ഷോഭ പരിപാടികളെല്ലാം നടന്നിരുന്ന ഈ ഒരു ഭാഗത്തായിരുന്നു. പഠനം മാത്രമല്ല, രാജ്യത്തെ ബാധിക്കുന്ന, സൊസൈറ്റിയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കഷനും അതില് സംവാദങ്ങൾ സംഘടിപ്പിക്കാനും പ്രതികരിക്കാനും എല്ലാം സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇത്തരം ക്യാമ്പസിൽ പഠിക്കുന്നത്. അതിന്റെ വേറെയും ശേഷിപ്പുകൾ ഇവിടെ ഉണ്ട്. അന്ന് നടന്ന പ്രതിഷേധങ്ങളുടെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാവും. അന്നത്തെ ആ ഒരു ഇഷ്യൂ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതിന്റെ മറ്റുള്ള ഒരു അടയാളം കൂടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അന്ന് നടന്ന പ്രശ്നത്തിൽ 4 വിദ്യാർത്ഥികൾ, ഒരാളെ മാത്രം സസ്പെൻഡ് ചെയ്യുന്നു. അതാണ് ആ ഒരു വിരൽ മാത്രം മുറിഞ്ഞു കാണുന്നതാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. എല്ലാത്തരം സംവാദങ്ങളൊക്കെ നടക്കുക ഇവിടെയാണ്. വിദ്യാർത്ഥികൾ ഒഴിഞ്ഞിരിക്കുന്ന ഏരിയ. ഇത് ക്യാമ്പസ് 2 ഭാഗങ്ങളാണ്. സൗത്തും ഉണ്ട്, അതുപോലെ തന്നെ നോർത്തും ഉണ്ട്. ഇനി നമുക്ക് ക്യാമ്പസിലൂടെ ഒന്ന് പോവാം. വളരെ മനോഹരമായിട്ടുള്ള ക്യാമ്പസ് ആണ്. നിറയെ മരങ്ങളും ഒത്തിരി ലൈഫ് സ്പീസീസ് ഇവിടെ കാണാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള ഏതാണ്ട് 113ലധികം ഫ്ലവർ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ വളരെ അപൂർവങ്ങളായിട്ട് കാണുന്ന തരം റെപ്റ്റൈൽസ്, അങ്ങനെയുള്ള ജീവികളൊക്കെ ഈ ക്യാമ്പസിനകത്ത് ഉണ്ട്. കാരണം അതിനു മാത്രം മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും തിക്കായിട്ടുള്ള കാട് ഇതിനകത്തുണ്ട്.
നമുക്ക് ക്യാമ്പസിലൂടെ ഒന്ന് പെട്ടെന്നൊന്ന് ഇങ്ങനെ നടന്നു നോക്കാം. പ്രധാനമായിട്ടും റിസർച്ചിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കെട്ടിടങ്ങളും അതുപോലെ തന്നെ റിസർച്ച് ലാബുകളൊക്കെ ഇവിടെ കാണാം. നമുക്കൊന്ന് പതിയെ ഇങ്ങനെ ഒന്ന് ക്യാമ്പസിലൂടെ ഒന്ന് ഓടിച്ചൊരു പ്രൊഡക്ഷൻ ആണ്. വളരെ മനോഹരമായ റോഡുകളെ കാണാൻ പറ്റും. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഹോസ്റ്റലുകളിലേക്ക് പോകുന്ന റോഡുകളൊക്കെയാണിത്. വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ ശരിക്ക് കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളൊക്കെ ഉള്ളൂ. മെയിൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജൈവ വൈവിധ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഈവൻ ലേക്ക് പോലും തടാകം പോലും ഉണ്ട് ഈ ക്യാമ്പസിനകത്ത്. അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പിന്നീട് പറയും. ഇവിടുത്തെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളാണ്. ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് സാറ് നേരത്തെ പറഞ്ഞു. യുനെസ്കോയുടെ കമ്മ്യൂണിറ്റി മീഡിയ ചെയർ സ്ഥാപിച്ചിരിക്കുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഈ സരോജിനി നായിഡു ഡിപ്പാർട്ട്മെന്റ് ആണ്. രാമാനുജൻ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം മാത്സ് ഡിപ്പാർട്ട്മെന്റ്. ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്. നമ്മൾ ആ കാഴ്ചകളിലൂടെ ഒന്ന് പോകുന്നു. ഒപ്പം ആർട്സ് ഫാക്കൽറ്റി ഉണ്ട്. പറഞ്ഞു റിസർച്ച് ആണ് ഇവിടുത്തെ മേജർ എന്ന് പറഞ്ഞു. റിസർച്ച് ലാബുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ നമുക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, മെഡിക്കൽ സയൻസ് തുടങ്ങിയ ഒത്തിരി മേഖലകളിൽ കാര്യമായ റിസർച്ച് നടക്കുന്ന സ്ഥാപനമാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്തിരി ഫണ്ടിങ് ഏജൻസികളുണ്ട്. അവരുടെ എല്ലാം ഫണ്ടോട് കൂടിയിട്ടുള്ള റിസർച്ച് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ സഹായകരമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ ലബോറട്ടറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബയോളജിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. റൗണ്ട് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. നമ്മൾ അതിനകത്തേക്ക് പിന്നീട് വരും. ഫോറിൻ കൺട്രീസ് ആയിട്ട് അവർക്ക് കൊളാബറേഷൻ ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഡിസ്കഷൻ ആണ് നിങ്ങൾ കാണുന്നത്. വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തൊരു ഇത്തരം മീറ്റിങ്ങുകളാണ്. പഠനം മാത്രമല്ല, സ്പോർട്സിലും അല്ലെങ്കിൽ അത്ലറ്റിക്സ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ആ കാഴ്ചകളിലേക്കൊക്കെ നോക്കാം നമുക്ക്. അതിവിശാലമായ കളിസ്ഥലമുണ്ട്, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. ഇതെല്ലാം ഒരു ക്യാമ്പസിനകത്തു നിന്നുള്ള കാഴ്ചകളാണെന്നുള്ള കാര്യം മറക്കരുത്. ജിംനേഷ്യം, ഹെൽത്ത് സെന്റർ, വിദ്യാർത്ഥികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പോലെ വന്നാൽ ക്യാമ്പസിനകത്ത് തന്നെ അത്തരം സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകളാണെന്ന് പറഞ്ഞു. ഒപ്പം ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. ഡിഗ്രി തലം മുതൽ ആരംഭിക്കുന്ന ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. നാനോ ടെക്നോളജി ഉൾപ്പെടെയുള്ള ഗവേഷണങ്ങൾ ഇവിടെ നടക്കുന്നു. DRDOയുമായി സഹകരിച്ചുള്ള നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞ അഡ്ര എന്ന് പറയുന്ന സ്ഥാപനം. ഇത് ഹോസ്റ്റൽ കെട്ടിടമാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഒരു ഹോസ്റ്റൽ കെട്ടിടമാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാന ലൈബ്രറി, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ലൈബ്രറി. വർഷത്തിൽ 3 ദിവസം മാത്രമാണ് ഇവിടെ അവധിയുള്ളത്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ, ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആൻഡ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഈ 3 ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും ലൈബ്രറി വർക്ക് ചെയ്യും. 24 അവർ വർക്ക് ചെയ്യുന്ന റീഡിംഗ് റൂമാണ് നിങ്ങൾ കാണുന്നത്. 24 അവർ വർക്ക് ചെയ്യുന്ന റീഡിംഗ് റൂം.
യെസ്, ലൈബ്രറിയുടെ പുറംഭാഗം. നമുക്കിനി ക്യാമ്പസിലൂടെ ഒന്നുകൂടെ നടന്നു നോക്കാം. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. മനോഹരമായ ഒരു ക്യാമ്പസ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, സൈക്കിൾ ക്യാമ്പസിൽ ഭൂരിപക്ഷം പേര് ഉപയോഗിക്കുന്ന സൈക്കിൾ ആണ്. നമ്മൾക്കൊക്കെ ഇതൊരു മാതൃകയാക്കാൻ പറ്റുന്ന കാര്യം കൂടെയാണ്. നാഷണൽ ക്യാമ്പസുകളെല്ലാം, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം വിദ്യാർത്ഥികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കൂടുതലും സൈക്കിളിലാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. നമ്മൾക്കും പ്രാക്ടിക്കൽ ആക്കാവുന്ന ഒന്നാണിത്. നമ്മൾ ക്യാമ്പസിലൂടെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് നടക്കുന്നത് സാധാരണഗതിയിലെ ഡിപ്പാർട്ട്മെന്റുകളല്ല, പകരം ഇത്തരം ലെക്ചർ കോംപ്ലക്സിലാണ്. ഡോക്ടർ താക്കീർ ഹുസൈൻ ലെക്ചർ കോംപ്ലക്സ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇവിടെയാണ് 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ക്ലാസ് നടക്കുന്നത്. നമുക്ക് അതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ജസ്റ്റ് ക്ലാസ് റൂമിൽ ഒന്നങ്ങ് കയറിയിട്ട് വരാം. മനോഹരമായ കെട്ടിടമാണ്. ഇതുപോലെയുള്ള വേറെയും കോംപ്ലക്സുകൾ ഇവിടെ ഉണ്ട്. ലെക്ചർ ഹാൾ അല്ലെങ്കിൽ ലെക്ചർ കോംപ്ലക്സുകൾ ഉണ്ട്. അവിടെയാണ് വിദ്യാർത്ഥികളുടെ ക്ലാസ് നടക്കുന്നത്. നമുക്ക് അതിലൂടെ ഒക്കെ ഒന്ന് പോയി ക്ലാസ് റൂമിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം. ഇത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ നടക്കുന്ന റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകളാണ്. അതുകൊണ്ട് നേരത്തെ കണ്ട ഡിപ്പാർട്ട്മെന്റുകളിൽ ക്ലാസ് നടക്കാറില്ല, പകരം ഇത്തരം ലെക്ചർ കോംപ്ലക്സുകളിലാണ് നടക്കുന്നത്. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നേരത്തെ പറഞ്ഞു ലേക്കും അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. പതിയെ നമുക്ക് ക്ലാസ് റൂം കയറിയിട്ട് പുറത്തേക്ക് വരാം. ക്ലാസ് റൂം പുറത്തിറങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ക്യാമ്പസിലൂടെയുള്ള. ഇവിടുത്തെ പ്രധാന ഓഡിറ്റോറിയങ്ങളിൽ ഒന്നാണ് DST ഓഡിറ്റോറിയം, അതുപോലെ സാവിത്രിബായിലെ ഓഡിറ്റോറിയം. ഫോറിൻ ഗസ്റ്റുകളും മറ്റൊക്കെ വന്ന് ഇവിടെ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്, ഫോറിൻ സ്റ്റുഡൻസ് ഉണ്ട്. സോ വൈവിധ്യങ്ങളായിട്ടുള്ള ഒത്തിരി പ്രോഗ്രാംസും ഇവിടെ നടക്കാറുണ്ട്. അതൊക്കെ നടക്കുന്നത് പലപ്പോഴും ഈ DST ഓഡിറ്റോറിയത്തിലും തൊട്ട് മുമ്പേ നമ്മൾ കണ്ട ഓഡിറ്റോറിയത്തിലൊക്കെയാണ് നടക്കാറ്. എല്ലാം എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. എല്ലാ കോഴ്സുകൾക്കും എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഈ ക്യാമ്പസിനകത്ത് സ്കൂളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. വേദിയിലിരിക്കുന്ന ഗസ്റ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലൂടെയും സൗകര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ പ്രത്യേകം വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വൈൽഡ് അനിമൽസ് പോലും ഈ ക്യാമ്പസിന്റെ ഭാഗമായിട്ടുള്ള ഏരിയയിൽ ഉണ്ടെന്നാണ്. അതിനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു പ്രൊഹിബിഷൻ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നമുക്കൊന്ന് തിരിഞ്ഞു നടന്ന് ജസ്റ്റ് യൂണിയൻ ഓഫീസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വിദ്യാർത്ഥി യൂണിയൻ ഓഫീസ്. അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രമല്ല, സംഘടനാ രംഗത്തും അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് ഇടപെടുന്നവരാണ് ഇത്തരം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ. നാഷണൽ ഇഷ്യൂസ് വരുമ്പോൾ, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇഷ്യൂസ് വരുമ്പോൾ വിദ്യാർത്ഥികൾ സജീവമായിട്ട് ഇടപെടുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് വളരെ വലിയ സൗകര്യങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിലെ യൂണിയൻ ഓഫീസും മറ്റൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. കേവലം രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തെ ബാധിക്കുന്ന എന്ത് ഘട്ടം വന്നു കഴിഞ്ഞാലും അതിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടും. ഇത് അവിടെ നടക്കുന്ന
സുക്കൂൻ എന്ന് പറയുന്ന വർഷം തോറും നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആർട്സ് ഫെസ്റ്റ് പോലെയുള്ള പ്രോഗ്രാമാണ്. വളരെ ഭംഗിയായിട്ട് എല്ലാ വർഷവും നടക്കുന്നതാണ്. ജസ്റ്റ് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ. വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ, വ്യത്യസ്തമായിട്ടുള്ള ഏരിയകളിൽ നിന്ന് വരുന്നവർ. സോ വൈഡ് വെറൈറ്റി ഓഫ് മത്സര ഇനങ്ങൾ ഉണ്ടാവാറുണ്ട്. ജസ്റ്റ് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വിദ്യാർത്ഥി യൂണിയൻ നടത്തുന്ന പ്രോഗ്രാമാണിത്. 3-4 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഇവന്റ് ആണ്. നമുക്ക് കാഴ്ചകളെ കണ്ട് ക്യാമ്പസിന് പുറത്തേക്ക് തന്നെ മടങ്ങാം. ക്യാമ്പസിനകത്തുനിന്ന് പുറത്തേക്ക് എത്താൻ ഒത്തിരി ദൂരം യാത്ര ചെയ്യണം. നമ്മൾ ക്യാമ്പസിന് പുറത്തേക്ക് പോകുന്നു. നമ്മൾ എത്താത്ത ചില ഭാഗങ്ങളുണ്ട്. അതെല്ലാം അവസാനം നമുക്കൊരു സ്കൈ വ്യൂ അല്ലെങ്കിൽ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മഷ്റൂം റോക്ക് എന്ന് പറയുന്ന ക്യാമ്പസിനകത്തെ മനോഹര കാഴ്ചയുണ്ട്. അടുത്ത ഒരു വീഡിയോയിൽ അതും കൂടെ വരും. നമ്മൾ ക്യാമ്പസിന് പുറത്തേക്ക് പോവാണ്. വളരെ വിശാലമായ ക്യാമ്പസാണ്. കുറച്ചധികം യാത്ര ചെയ്യാനുണ്ട് പുറത്തേക്ക്. നമ്മൾ നേരത്തെ കയറി അതേ വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. സെക്യൂരിറ്റി പോയിന്റിലൂടെ പുറത്തേക്ക് പോകുന്നു. എന്തായാലും ടൂറിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ക്യാമ്പസിനെ ഒരു ആകാശ കാഴ്ചകളിലൂടെ കണ്ടുകൊണ്ട് ഈ പ്രോഗ്രാം നിർത്താം. ഇതാണ് ക്യാമ്പസ്. തടാകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ ക്യാമ്പസിനകത്തെ കാഴ്ചകളാണ്. സൗത്ത് ക്യാമ്പസ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ചില കെട്ടിടങ്ങളൊക്കെയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങുകളൊക്കെയാണ്. ഓപ്പൺ ഓഡിറ്റോറിയം, അടുത്ത വർഷം ഇവിടെ യാത്രയാക്കാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ സർ. Hello, thank you, sir. Thank you, Ami, sir. A big salute for you from the CG&AC team മലപ്പുറം. നമ്മുടെ പ്രിയ വിദ്യാർത്ഥികളെ വീണ്ടും ഒരു ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ കരങ്ങളാൽ എത്തിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്.
അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ കാണിച്ചതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദും കുട്ടികളിൽ ഉണ്ടാക്കിയ ആ ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ മക്കൾ അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് നമ്മുടെ ഗസ്റ്റുകളാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞു ഇതൊരു സാധാരണ വെറും ടൂർ അല്ല. ആ ടൂറിന്റെ കൂടെ നമ്മുടെ ഭാവി കൂടെ പ്ലാൻ ചെയ്യണം. അതിന് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള, അതിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ള ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ആദ്യമായിട്ട് നമ്മൾക്ക് ക്ഷണിക്കാം. പ്രിയ വിദ്യാർത്ഥികളുടെ ഡൗട്ട്സുകളൊക്കെ ഇവര് പറഞ്ഞതിന് ശേഷം നമുക്ക് അവരുടെ ഇന്ററാക്ഷൻ നടത്തുന്ന സമയത്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും ആദ്യം നമ്മള് അവിടുത്തെ PhD സ്കോളർ ആയിട്ടുള്ള ഷിഹാബ് എൻ കെ, മിസ്റ്റർ ഷിഹാബ് അൺമ്യൂട്ട് ചെയ്യേണ്ടി സാറേ. അഭയ് പ്രകാശ് എത്തിയിട്ടുണ്ട്, ഷിഹാബ് എത്തിയിട്ടുണ്ട്, രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. മുഫീദ്, അതുപോലെ മുഫീദും ഉണ്ട്. കോഹോസ്റ്റ് ആക്കിയില്ലേ? കോസ്റ്റ് ആക്കണോ? ഞാൻ ഷെയർ ചെയ്യണ്ടോ? ഓക്കെ, ഷിഹാബ് എൻ കെ, അഭയ് പ്രകാശ്. മുഫീദിനെ കണ്ടില്ല. ഷിഹാബ് സംസാരിക്കും. ഷിഹാബ് അമീർ സാർ ഒന്ന് ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തോളൂ അവരെ കുറിച്ച്. നിങ്ങൾ അമീർ സാർ. ഹലോ, സംസാരിച്ചോളൂ അമീർ സാർ. ഓക്കെ, സംസാരിച്ചോട്ടെ. ഷിഹാബിനെ പരിചയപ്പെടാം. ഫിസിക്സും ഫിസിക്സും ക്ലിയർ ഇല്ല, വീഡിയോ ഒന്ന് ഓഫ് ചെയ്യൂ. ഷിഹാബിനെ സാറേ ക്ലിയർ കുറവുണ്ടല്ലോ. ഷിഹാബ് സംസാരിച്ചു. Shall I start, sir? Yes, of course. Very good evening to all. Myself ഷിഹാബ്. ഞാൻ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പിലാത്തറയിലാണ് താമസിക്കുന്നത്. ആദ്യമായി ഈ പ്രോഗ്രാമിൽ ഇങ്ങനെയൊരു അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ അബ്ദുൽ ഹമീദ് സാറാണ് ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയും ഇതിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രസൻറ്റേഷനിലൂടെ ഹൈദരാബാദിലേക്ക് വീണ്ടും ഒന്ന് പോകാൻ സാധിച്ചതിൽ, ഈ ഒരു വിർച്വൽ ടൂർ ആണെങ്കിൽ പോലും പല നല്ല ഓർമ്മകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിലൂടെ കൊണ്ടുപോയത്. ഏതായാലും അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഫിസിക്സ് റിസർച്ച് ഫീൽഡിലേക്ക് എങ്ങനെ ഞാൻ എത്തിപ്പെട്ടു എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നും ഓർമ്മയിൽ നിന്നും പങ്കുവെക്കാനാണ് ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രൈമറി, ഹൈസ്കൂൾ, അതുപോലെ തന്നെ +2 ഈ അക്കാഡമിക്സ് കാലഘട്ടത്തിൽ ഞാൻ അത്ര ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച സ്കൂളുകളിൽ വെച്ച് നടത്തപ്പെട്ട സയൻസ് ക്ലബ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ശാസ്ത്രമേളകൾ, യുറീക്ക പരീക്ഷകൾ തുടങ്ങിയവയൊന്നും എന്നിലെ ശാസ്ത്ര വിദ്യാർത്ഥിയുടെ കാറ്റലിസ്റ്റ് ആയിരുന്നില്ല. പിന്നീടുള്ള എൻ്റെ +2 കാലഘട്ടത്തിലും ഫിസിക്സ് പഠിച്ച് അങ്ങനെ ഒരു റിസർച്ച് സ്കോളർ ആകണമെന്ന് ഒന്നും ഒരു ചിന്തയുണ്ടായിരുന്നില്ല. എല്ലാവരെയും പോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസിനായിട്ട് സമയം മാറ്റിവെച്ചു. എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ കയറുക എന്നതായിരുന്നു എൻ്റെയും ആഗ്രഹം. എന്നാൽ അതിനനുസരിച്ച് ഒരു വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാവരെയും പോലെ എൻട്രൻസിൽ വലിയൊരു റാങ്കൊക്കെ കിട്ടി. അഡ്മിഷൻ ഒന്നും കിട്ടില്ല, അതല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ ഉള്ളത് കൊണ്ട്
വീട്ടിലെ സാമ്പത്തിക പ്രാരാബ്ദങ്ങൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഗ്രാജുവേഷന് മഹാരാജാസ് കോളേജിൽ ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. BSc ഫിസിക്സിന് മഹാരാജാസ് കോളേജിൽ ജോയിൻ ചെയ്തു. അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഫിസിക്സിനോട് ഒരു താല്പര്യം ജനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ നല്ല ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന മഹാരാജാസ് കോളേജ് ക്യാമ്പസ്, നല്ല ഫ്രണ്ട് സർക്കിൾ, ഇവയൊക്കെ ഒരർത്ഥത്തിൽ എന്നിലെ ഒരു ഫിസിക്സിനോടുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതിനുശേഷം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ MSc ഫിസിക്സിന് ജോയിൻ ചെയ്തു. അവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ എല്ലാം ഹമീദ് സാറിനെ ഞാൻ പരിചയപ്പെടുന്നതും എൻ്റെ ഒരു അടുത്ത സുഹൃത്തായി മാറുന്നതും. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഒരു റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഒരു റിസർച്ച് ഫീൽഡിനോട്, നേരത്തെ ഫിസിക്സിനോട് ഒരു താല്പര്യം ജനിച്ചു മഹാരാജാസ് കോളേജിൽ വെച്ച്, പിന്നെ റിസർച്ചിനോട് ഒരു താല്പര്യം ജനിച്ചത് വേണമെങ്കിൽ AMUയിലെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ തൈക്കാട്, അവിടെ BEdന് ജോയിൻ ചെയ്തു. അങ്ങനെ കുറച്ചു കാലം BEdന് ശേഷം കുറച്ചു കാലം നാട്ടിലെ ഒരു എയ്ഡഡ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നീടാണ് ഒരു കോളേജിൽ ഒരു സ്ഥിരം അധ്യാപകനാകണം എന്നൊരു ആഗ്രഹത്താൽ CSIRന് വേണ്ടി UGC CSIR നെറ്റ്, നിങ്ങൾ കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും. നെറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, ഒരു കോളേജ് അധ്യാപകനാകാനുള്ള ഒരു യോഗ്യത എക്സാം ആണ് നെറ്റ്. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ നെറ്റ് കിട്ടിയില്ല, പക്ഷെ ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായ പോണ്ടിച്ചേരി, അതുപോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ PhDക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ ലാബ് ഫെസിലിറ്റി എല്ലാം നോക്കുമ്പോൾ എനിക്ക് താല്പര്യമുള്ള ഒരു റിസർച്ച് ഫീൽഡിൽ കുറച്ചും കൂടിയും ഒരു ലാബ് ഫെസിലിറ്റി എല്ലാം ഉള്ളത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂലം അങ്ങനെ HCUവിൽ PhDക്ക് ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. HCUവിനെ കുറിച്ച് ഇപ്പോൾ ഹമീദ് സാറ് വളരെ നന്നായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചു. അവിടുത്തെ നല്ല ക്യാമ്പസ്, വെൽ ക്വാളിഫൈഡ് പ്രൊഫസേഴ്സ്. ഇവിടുത്തെ പ്രൊഫസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പല പ്രൊഫസേഴ്സും നോബൽ പ്രൈസ് കിട്ടിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്തവരോ അതല്ലെങ്കിൽ അവരുടെ റിസർച്ച് സ്റ്റുഡൻസ് ആയിരുന്നവരോ ഒക്കെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം നമുക്ക് അല്ലെങ്കിൽ ഇവരുടെ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്പോഷറാണ് നമുക്കൊക്കെ കിട്ടുക. നമുക്കറിയാം ഫിസിക്സിൽ 2008 നോബൽ പ്രൈസ് കിട്ടിയത് ജപ്പാൻകാരനായ 3 പേർക്ക് കിട്ടിയിരുന്നു. അതിലൊരാൾ ജപ്പാൻകാരനായ പ്രൊഫസർ യോഷിറോ നമ്പു ആയിരുന്നു. ഈ യോഷിറോ നമ്പുവിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്ത ഒരു പ്രൊഫസറാണ് ഒരു റിസർച്ച് സ്കോളർ ആയിരുന്നു പ്രൊഫസർ ബിന്ദു എ ബാംബ. അവർ ഞങ്ങളുടെ ഡീനായിട്ട് ഇപ്പോഴും പിന്നെ സ്കൂൾ ഓഫ് ഫിസിക്സിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ MITയിലും അതുപോലെ സേണിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും അതല്ലെങ്കിൽ കൊളാബറേറ്റീവ് വർക്ക് ചെയ്യുകയും അവിടുത്തെ പ്രൊഫസേഴ്സിന്റെ കീഴിൽ റിസർച്ച് സ്കോളേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത പല ആളുകളും ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഫിസിക്സിലെ അധ്യാപകരാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഫിസിക്സ് സ്റ്റുഡൻസ് മാത്രമല്ല മറ്റ് സ്ട്രീമിലെ കുട്ടികളും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കാര്യങ്ങൾ പറയാൻ കഴിയുക. ഇതിൽ മറ്റുള്ള ആളുകൾ വരുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ, അവർക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഫീൽഡിനെ കുറിച്ച് പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും HCUവിലെ ഈ ക്വാളിഫൈഡ് പ്രൊഫസേഴ്സ് ഇവരുടെയൊക്കെ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ വി വിൽ ഗെറ്റ് എ ഗുഡ് എക്സ്പോഷർ. അതുപോലെ തന്നെ അവിടെയുള്ള അക്കാഡമിക് ടോക്സ്, ഇന്റലക്ച്വൽ ഡിബേറ്റ്സ്. ക്യാമ്പസ് എപ്പോഴും ലൈവായിരിക്കും. ക്യാമ്പസിലെ പലതരത്തിലുള്ള പ്രോഗ്രാം, നേരത്തെ ഹമീദ് സാർ കാണിച്ച ഷോപ്പ് കോമിലായാലും
DST ഓഡിറ്റോറിയത്തിലായാലും എല്ലായിടത്തും ഇതുപോലെ എല്ലാ അധിക ദിവസങ്ങളിലും ഇതുപോലെ ഇന്റലക്ച്വൽ ടോക്സും ഡിബേറ്റ്സും ഒക്കെ നടക്കും. അതുപോലെ പല പല സെമിനാർ, ഇന്റർനാഷണൽ സെമിനാറുകളുടെയൊക്കെ വെന്യൂ ആയിരിക്കും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പൊ നമുക്ക് അവിടെ വെച്ച് ഒരുപാട് എമിനന്റ് സ്കോളേഴ്സിനെയും എമിനന്റ് ഗസ്റ്റ്സിനെയൊക്കെ നമുക്ക് കിട്ടും. അവരുമൊക്കെ ആയിട്ട് സംവദിക്കാനുള്ള ഒരു വേദി നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പോഷറാണ്. പിന്നെ അവിടുത്തെ IGM ലൈബ്രറിയെ കുറിച്ച് പറഞ്ഞു. സോ ഐ എം ഷുവർ യു വിൽ ഗെറ്റ് എ good academic exposure in HCU, and also you can enjoy both the life in inside and outside the campus. നല്ലൊരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ ക്യാമ്പസിന്റെ അകത്ത് കാണാം. നമ്മുടെയൊക്കെ നാട്ടിലെ ഞാനതിനെ ഒരു നെഗറ്റീവായിട്ട് പറയുകയല്ല, പലപ്പോഴും ഒരു ഗവൺമെന്റ് കോളേജുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പ് മുടക്കി സമരങ്ങൾ ഉണ്ടാകും. ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെലവഴിച്ച എൻ്റെ കാലഘട്ടത്തിൽ അവിടെ പഠിപ്പ് സസ്പെൻഡ് ചെയ്തിട്ട് ഉള്ള ഒരു സമരം നടന്നത് നേരത്തെ പറഞ്ഞ രോഹിത് വെമുലയുടെ ആ ഒരു മരണത്തിൽ മാത്രമാണ്. അവിടെ അന്ന് ആ ഒരു സമയം ഒരാഴ്ചയോളം ക്ലാസ്സുകൾ റദ്ദ് ചെയ്യപ്പെട്ടിരുന്നു. എന്നതൊഴിച്ച് ബാക്കിയുള്ള ഈ എൻ്റെ അവിടുത്തെ ലൈഫിൽ ഒരു ക്ലാസ്സുകളും മുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി എൻ്റെ റിസർച്ചിലേക്ക് കടക്കുകയാണെങ്കിൽ, എൻ്റെ റിസർച്ച് ഫീൽഡ് നോൺ ലീനിയർ ഓപ്റ്റിക്സ് ആണ്. നമുക്കറിയാം, ലോകത്ത് ഇന്നുള്ള പല കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ പ്രകാശത്തിൻ്റെ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള അതിൻ്റെ ഫ്ലോ, അല്ലെങ്കിൽ അത് ഒരു വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇന്ററാക്ഷൻ, അതിൻ്റെ പ്രതിപ്രവർത്തനം. അപ്പൊ ഇതും നമ്മൾ ഉപയോഗിക്കുന്ന TV, കമ്പ്യൂട്ടർ സ്ക്രീൻസ്, മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ അവിടെ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്സ്, അതേപോലെ സ്കാനിങ് ഡിവൈസസ്, ഇനിയൊന്നും വേണ്ട, നമ്മുടെ റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള റിഫ്ലക്റ്റേഴ്സ്. അപ്പൊ ഇതിലെ ലൈറ്റിന്റെ ഒരു ഇന്ററാക്ഷൻ അത് എന്നിൽ ഒരുപാട് എന്തുവാണ് എൻ്റെ താല്പര്യത്തെ, എന്നിലുള്ള ഒരു ഫിസിസിസ്റ്റിനെ അല്ലെങ്കിൽ എൻ്റെ താല്പര്യത്തെ ജനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. HCUവിലെ ലേസർ ലാബിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അവിടെ പ്രധാനമായും റിസർച്ച് നടക്കുന്നത് ഒന്ന് ഒപ്റ്റിക്സിലും, ക്വാണ്ടം ഒപ്റ്റിക്സിലും, മറ്റൊന്ന് മെറ്റീരിയൽ സയൻസിലുമാണ്. ഹൈ എനർജി ഫിസിക്സിലും അവിടെ നല്ല റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നല്ലൊരു ലാബായ നോൺ ലീനിയർ ഒപ്റ്റിക്സ് ലാബ് പ്രൊഫസർ D. നാരായണ റാവു എന്നാണ് എൻ്റെ സൂപ്പർവൈസറുടെ പേര്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ റിസർച്ചിന് ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഫോട്ടോണിക് ക്രിസ്റ്റലിനെ കുറിച്ച് ഞാൻ അധികം ദീർഘിപ്പിച്ച് പറയുന്നില്ല. ജസ്റ്റ് എന്താണ് എൻ്റെ റിസർച്ച് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഫീൽഡിൽ ഞാൻ നിർത്താം. ഫോട്ടോണിക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ഹാവിംഗ് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. So it can act as a medium. When light is propagating through this medium, what are the changes or how it react with this medium? അതായിരുന്നു എൻ്റെ റിസർച്ച് ടോപ്പിക്. So we can localize this light into this medium. If we can localize this light into this particular medium, we will have a control over it, and this will lead to much enhancement in the physical properties like its photoluminescence, അതുപോലെ തന്നെ അതിൻ്റെ നോൺ ലീനിയർ അബ്സോർപ്ഷൻ. ഇതിലെല്ലാം ഒരുപാട് എൻഹാൻസ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. this enhancement in the physical properties will lead to more or much application in different instruments. ഇത്
മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ട്രാൻസിസ്റ്ററുകളുടെയും അതുപോലെ തന്നെ സെമി കണ്ടക്ടറുകളുടെയും ഒക്കെ കണ്ടുപിടുത്തം ഒരു ഇലക്ട്രോണിക് റെവല്യൂഷനിലേക്ക് കൊണ്ടുപോയി എങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഈ ഫോട്ടോണിക് ക്രിസ്റ്റലിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ അവകാശപ്പെടുന്നത് ഇനിയുള്ള ഒരു റെവല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോണിക് റെവല്യൂഷൻ ആയിരിക്കും എന്നുള്ളതാണ്. 1991 ഫോട്ടോണിക് ക്രിസ്റ്റൽ അതിൻ്റെ ഇൻവെൻഷൻ പ്രശസ്തരായ 2 ശാസ്ത്രജ്ഞന്മാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എലി യബ്ലനോവിച്ച് ആൻഡ് റഷ്യൻ സയന്റിസ്റ്റ് ആണ് എലി യബ്ലനോവിച്ച് ആൻഡ് സജീവ് ജോൺ. സജീവ് ജോണിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് കേട്ടിരിക്കാം. സജീവ് ജോൺ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ്, കോട്ടയംകാരനായ ഒരു നമ്മളെപ്പോലെയൊക്കെ ഒരു സാധാരണ കോളേജിൽ പഠിച്ച് ഉള്ള ഒരാളാണ്. ഇപ്പോൾ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇവരായിരുന്നു ഈ ഫോട്ടോണിക് ക്രിസ്റ്റൽ കണ്ടുപിടിച്ചത്. അതിനുശേഷം there is enormous number of research has occurred in this field. ഞാനൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു സംഗതിയായിട്ടൊന്നും നമ്മൾ കാണണ്ട. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ റിസർച്ച് ഈസ് ദി to develop theories on the basis of observation and experiments. അതുപോലെ തന്നെ ഗവേഷണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സൂപ്പർവൈസറാണ്. സൂപ്പർവൈസറെ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, നമ്മളുടെ പാർട്ട്ണറെ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് എത്രമാത്രം സൂക്ഷിച്ചിട്ടാണോ ആ ഒരു സൂക്ഷ്മത നമ്മുടെ അപ്പോൾ അത്രയും ഒരു സൂക്ഷ്മത നമ്മൾ ഒരു റിസർച്ച് ഗൈഡിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലാബിൽ മറ്റുള്ള ലാബുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ. അങ്ങനെ ഒരു കൊളാബറേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ആണ്, അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചിനാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി എൻ്റെ പ്രിയ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതൊരു സബ്ജക്റ്റാണോ പഠിക്കുന്നത്, whether it is physics or maths or some other arts subjects, അതിനെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഫിസിക്സ് ആണെങ്കിൽ അത് മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയണം. AMU പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമിത് സാർ എല്ലാം ഓർക്കുന്നുണ്ടാവും, ഞങ്ങൾക്കൊരു ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, പ്രൊഫസർ വാസി ഹൈദർ. അദ്ദേഹത്തിന്റെ ഒരു കോട്ടിങ്സ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. Mathematics is the alphabet. Physics is the poetry. Without knowing alphabet, how can you create a poem? So, നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ അത് മാത്തമാറ്റിക്സും അത് വളരെ കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഒരു ലാംഗ്വേജ് ആണ്. ഇനി റിസർച്ച് എന്ന് പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കുന്നു, റിസർച്ച് എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നല്ല വിജയപ്രതീക്ഷയോടുകൂടി നിരന്തരമായി വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മളിൽ പലരുടെയും വിചാരം നമ്മളൊന്നും ജീനിയസ് അല്ല, അതല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഞാനും ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരാളാണ്. പലപ്പോഴും അങ്ങനെയും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും മോശമായിട്ടൊക്കെ ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പോ ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമ്മുടെ ഈ ജീനിയസ് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ ഹാർഡ് വർക്ക്. വി ക്യാൻ ഡെവലപ്പ് ത്രൂ അവർ കണ്ടിന്യൂസ് എഫേർട്ട്. നമ്മുടെ ഹാർഡ് വർക്കിലൂടെ നമുക്ക് ഏതൊരു സംഗതിയെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ.
നമുക്കറിയാം, ഒരാളും ഐൻസ്റ്റീനും അതുപോലെ തന്നെ ന്യൂട്ടനും എഡിസണൊന്നും ആയിട്ടൊന്നുമല്ല ജനിക്കുന്നത്. എന്ത് പഠിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹ സഫലീകരണത്തിനായി എത്ര സമയം നാം ചിലവഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അതാണ് നമ്മുടെ വിജയത്തിന്റെ നിദാനം. എനിക്ക് എൻ്റെ കുട്ടികളോട് ഇത് മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. യു ഷുഡ് ഡു ഹാർഡ് വർക്ക്, ഒരു കണ്ടിന്യൂസ് എഫേർട്ട്. അതിലൂടെ മാത്രമേ നമ്മുടെ വിജയം നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ. സോ വിഷിംഗ് യു ഓൾ ഗുഡ് സക്സസ് ഇൻ ദ ഫ്യൂച്ചർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ സമയത്ത് ഞങ്ങളെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഫിസിക്സ് സയൻസ് മേഖലയിലേക്ക് റിസർച്ചിനുള്ള ഒരു വഴി അനുഭവത്തിലൂടെ തുറന്നു തന്നതിന് വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സേവനം വേണം. ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്ന കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ശേഷവും റിസർച്ചുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ കുട്ടികളെ സഹായിക്കണം. അമിത് സാർ, ഇനി നമുക്ക് 2 ഗസ്റ്റുകളുണ്ട്, സമയം വളരെ പരിമിതമാണ്. അടുത്ത ആളെ പരിചയപ്പെടുത്തും. താങ്ക് യു ഷിഹാബ് സാർ. ഓക്കെ, നമ്മുടെ അഭയ് പ്രകാശ് ലൈനിലുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. കോഴിക്കോട് നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്റഗ്രേറ്റഡ് MA സോഷ്യോളജി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഇവിടുത്തെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അഭയ് പ്രകാശിനെ ക്ഷണിക്കുന്നു. മിസ്റ്റർ അഭയ്. ഹലോ അഭയ്. ഹലോ അഭയ്. അഭയ് അഭയ് കേൾക്കുന്നുണ്ടല്ലോ? അഭയ് ഇത്ര നേരം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില്. ഞാൻ വിളിക്കാം. ഓക്കെ, മുഫീദ് സമാൻ റെഡിയാണോ? മുഫീദ് അഹമ്മദ് റെഡിയാണ്. പക്ഷെ ഇപ്പൊ ആള് പിന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യേണ്ടി വരും. സോറി, നമ്മൾ കോസ്റ്റ് ആക്കേണ്ടി വരും. കോസ്റ്റ് ആണ്. ഇല്ല മുഫീദ് അഹമ്മദ് അല്ല സാറേ, കോസ്റ്റ് ആണോ? അതെ. മുഫീദ് റഹ്മാൻ. ഹലോ. മുഫീദിനൊന്ന് പിന്നെ കോസ്റ്റ് ആക്കോ സാറേ? സാർ ഒന്ന് കൈപ്പൊക്കാൻ പറയാം. നേരത്തെ മുഫീദിനെ ആക്കിയത് ആരാണ്? അപ്പൊ ജസ്റ്റ് ഒന്ന് പേര് തന്നെയല്ലേ? നേരത്തെ ഒരു കോസ്റ്റ് ആക്കിയിരുന്നു. വന്നിട്ടുണ്ട് സാറേ. അഭയ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? അഭയ് വന്നിട്ടുണ്ട്. തുടർന്നോളൂ. അഭയുണ്ട് സാറേ അവിടെ. സാർ അഭയിനെ കിട്ടി. ഓക്കെ, മുഫീസ് അമാൻ ഉണ്ട്, അഭയ് ഉണ്ട്. സാർ വിളിച്ചോളൂ. ആരെയാണ് അത് വിളിക്കുന്നത്? അഭയനെ വിളിച്ചോളൂ. അഭയോടെ മുഫീസ് അമാൻ. അഭയ് അൺമ്യൂട്ട് ചെയ്തില്ല സാറേ. നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഓൺ ആണല്ലോ. ഓക്കെ. അഭയ്, ഹലോ അഭയ്. കേക്കാവോ? സൗണ്ട് കുറച്ച് കൂടുതൽ. കേൾക്കുന്നുണ്ട്. ഹലോ. അഭയ് സൗണ്ട് ലേശം റൈസ് ചെയ്യും. ഇത് പോരെ? ഓക്കെ, കുറച്ച് ഇപ്പൊ ക്ലിയർ ആയി. അടുത്ത് പിടിച്ചു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ഞാൻ അഭയ് പ്രകാശ്, ഇന്റഗ്രേറ്റഡ് 5th ഇയർ ആണ്, സോഷ്യോളജി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാനവിടെ എത്തിയതും പിന്നെ എക്സാമിന്റെ കാര്യങ്ങളും കുറച്ച് പറയാം. ഞാൻ ഇവിടെ അടുത്തൊരു സ്കൂളിൽ 5 വരെ പഠിച്ചു. പിന്നെ നവോദയ പഠിച്ചു. +2 ഉള്ളപ്പോഴാണ്, അതായത് എക്സാം എടുക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്നും ഇവിടെ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നും. എങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ, ഞാൻ ഇതുപോലെ അത്ര വലിയ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലായിരുന്നു. അപ്പം വലിയ പ്രതീക്ഷ ഇല്ലാതെ എഴുതി.
എഴുതിയിട്ട് ഞാൻ വേറെ കോളേജിൽ തന്നെ പോയി ജോയിൻ ഒക്കെ ചെയ്തു. റിസൾട്ടിന് കാത്തൊന്നുമില്ല. അങ്ങനെ പിന്നെയാണ് റിസൾട്ട് വരുന്നതും കിട്ടുന്നതും ഞാൻ പോകുന്നതൊക്കെ. അങ്ങനെ പോയി അവിടെ ചെല്ലുമ്പോ ആണ് അറിയുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്തൊരു വലിയൊരു മിസ്സായി പോവായിരുന്നു. അതായത് ക്യാമ്പസ് 2300 ഏക്കറാണ്. ഫാക്കൾട്ടീസ് അതിലേറെ അടിപൊളിയാണ്. പിന്നെ പഠിത്തം എന്ന് പറയാൻ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 5 അവറൊക്കെ ഉണ്ടാവുക. ഈ നാട്ടിലെ കോളേജ് പോലെ രാവിലെ 9 മണിക്ക് പോയിട്ട് 4 മണിക്ക് വരുന്ന പരിപാടിയൊന്നുമല്ല. അവരിങ്ങനെ പറയും ചിലപ്പോൾ 9 to 11 വരെ ആയിരിക്കും ഒരു ക്ലാസ്, പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്, പിന്നെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ക്ലാസ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സിവിൽ സർവീസ് ഒക്കെ ഫോളോ ചെയ്യണം എന്നുള്ളവർക്ക്, പഠിക്കണം എന്നുള്ളവർക്ക് ഇഷ്ടം പോലെ സമയമാണത്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുന്നവരുണ്ടാവും. നമുക്കൊക്കെ കളിയുടെ ഒരു ഭ്രാന്തുണ്ട്. അതുള്ളവർക്ക് വളരെ സുഖമാണ്. ഫുട്ബോളിന് ഫുട്ബോള്, ക്രിക്കറ്റ്, വോളിബോള്, ബാസ്കറ്റ് ബോള്, ഏത് കളി, അതായത് ഗ്രൗണ്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ എല്ലാം പോയി കളിക്കാം, ഏത് നേരത്തും പോയി കളിക്കാം. അതിന് ടൈം ലിമിറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഫുഡ് ഇതുപോലെ തന്നെ അതിന് ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. ലോണ്ട്രി, തുണി അലക്കേണ്ടവർക്ക് ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. ക്യാമ്പസിനകത്ത് തന്നെ 3 ഫുഡ് സ്റ്റോൾസ്, അതായത് 3 ഇടത്തായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. അതായത് മുടി വെട്ടാനോ, ഇപ്പം പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കാണെങ്കിൽ ബ്യൂട്ടി പാർലറോ, ഇപ്പം ഭക്ഷണം വാങ്ങാനുള്ള കടകൾ, അതായത് ഈ ഗ്രോസറി സ്റ്റോഴ്സ്, ഇതെല്ലാം ക്യാമ്പസിനകത്ത് 3 ഇടത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതൊക്കെയാണ് ക്യാമ്പസിന്റെ കാര്യം. പിന്നെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ്. പലരും പല ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിന്റെ, അതായത് ഫുൾ ബ്രൈറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 2-3 ആൾക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. അത് കിട്ടിയവര് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. സയൻസിൽ ഇതുപോലെ തന്നെ ഒരുപാട് ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇപ്പം അക്രം എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റിയൊക്കെ മുഫീദ് പറഞ്ഞോളും. ഇനി ഞാൻ പറയാൻ പോകുന്ന എൻട്രൻസിനെ പറ്റി ഞാൻ പറയാം. എൻട്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തൊട്ടിട്ടാണ് ഇവർ അഡ്മിഷന് വിളിക്കുക. ഞാൻ അതിലേക്ക് വരാം. ഞാൻ എൻട്രൻസ് എക്സാം സിലബസിലേക്കല്ല ഞാൻ വരാം. അതായത് ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തൊട്ടിട്ടാണ് അവർ വിളിക്കുക. ഒരു മന്ത് വിൻഡോ ഉണ്ടാവും. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വന്നോളൂ അപ്ലൈ ഫോർ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ OBCക്ക് 250-350 ഒക്കെയാണ്, ജനറലിന് 500 ആണെന്ന് തോന്നുന്നു. അപ്പം അതാണ് ഫീസ്. അപ്പൊ ഏപ്രിൽ തൊട്ട് ഒരു മന്ത് വിൻഡോ ഉണ്ടാവും. ഈ വട്ടം ഇപ്പൊ ഇങ്ങനെ കോവിഡിന്റെ ഒക്കെ സർക്കംസ്റ്റാൻസസിൽ അത് ഒരു 3-4 മാസത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഏപ്രിലിൽ തീരുന്നത് ജൂലൈയിലോ മറ്റോ, ജൂലൈയിലോ ഓഗസ്റ്റിലോ എന്തോ ആണ് ഈ വട്ടത്തത് നോക്കണ്ട. പൊതുവെ ഏപ്രിൽ ഒരു 4-നൊക്കെ തുടങ്ങിയിട്ട് മെയ് 5-10 വരെ ഒക്കെ ആയിരിക്കും വിൻഡോ. അപ്പൊ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സാം എപ്പോഴാ, ജൂൺ 30 അല്ലെ ജൂൺ ഒരു 25 തൊട്ട് ജൂലൈ 5 വരെ, ഈ ഒരു ഗ്യാപ്പിനിടയ്ക്കാണ് എല്ലാ എൻട്രൻസും ഉണ്ടാവുക. അപ്പം ഇന്റഗ്രേറ്റഡ് MA എന്ന് പറയുമ്പം അതിൽ 5 വിഷയങ്ങൾ വരും. സോഷ്യോളജി, ആന്ത്രോപോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി. ഈ 5 വിഷയങ്ങളാണ് ഇന്റഗ്രേറ്റഡ് MAയിൽ വരിക. അപ്പൊ ഇതിന്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 5 വിഷയങ്ങൾക്കും കൂടെ ഉള്ളത് ഒരൊറ്റ എൻട്രൻസാണ്. എൻട്രൻസ് ആണ് ഈ 5 വിഷയങ്ങൾക്കും കൂടെ ഉള്ളത്. അപ്പം ഒരു വിഷയത്തിന് വേണ്ടി പ്രത്യേകം പഠിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ഈ 5നും കൂടെ ഉള്ളത് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് പ്രിപ്പയർ ചെയ്യുന്നതിലാണ് കാര്യം. അപ്പം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പം ഇതിന് ശരിക്കും നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള 2 മന്ത് 3 മന്ത് പ്രിപ്പറേഷൻ തന്നെ, ഒരു 3 മന്ത് പ്രിപ്പറേഷൻ, തറോ പ്രിപ്പറേഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ 3 മാസം മതി. അതായത് മാർച്ചിൽ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് ഏപ്രിലും മെയ്യും ജൂണും ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇന്റഗ്രേറ്റഡ് MAയുടേത്. ആ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ NCERT +1+2 ടെക്സ്റ്റുകൾ ഉണ്ടാവും സോഷ്യൽ സയൻസിന്റെ. പിന്നെ ഇംഗ്ലീഷ് ഇല്ല. ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് സയൻസ് ആണ് അവിടെ ഉള്ളത്. ബേസിക്കലി ഒരു റിസർച്ച് ബേസ്ഡ് കരിക്കുലമാണ് ഇന്റഗ്രേറ്റഡുകാർക്കുള്ളത്. സിലബസ് പോലും ഒരു ബുക്കല്ല, അത് കോഴ്സ് ഔട്ട്ലൈൻ ആയിട്ടാണ് വരിക. അതായത് ഓരോ പ്രൊഫസേഴ്സ് കാലത്തിനടവ് 2018 ഇറങ്ങിയ തീസിസ് വരെ പഠിക്കാനുള്ള ഒരു എന്താ കരിക്കുലമാണ് ഈ HCUൻ്റെത്. അതായത് ഈ പണ്ടത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഭയങ്കര ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിപ്പിക്കും.
അപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ആണ് യൂണിവേഴ്സിറ്റി ഇത്രയും മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം ഈ 3 മാസം കൊണ്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഏപ്രിൽ മെയ് ജൂൺ +1 +2 സോഷ്യൽ സയൻസിന്റെ ബുക്കുകൾ പരമാവധി പറ്റുന്ന പോലെ സ്കിം ചെയ്ത് പോയാലും മതിയാവും, ഒരുവിധം വായിക്കുക. അതായത് എന്തായാലും വായിക്കേണ്ട പുസ്തകങ്ങൾ എക്കണോമിക്സും ജോഗ്രഫിയും പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും. ഈ 4 പുസ്തകം എന്തായാലും കവർ ചെയ്യണം. സോഷ്യോളജിയിൽ നിന്നൊന്നും അതിന് മാത്രം ചോദ്യമൊന്നും ഉണ്ടാവില്ല, 1 2 ചോദ്യമൊക്കെ കൂടിപ്പോയേ വരുള്ളൂ. അതുകൊണ്ട് അതൊന്നും പോകണമെന്നില്ല. പിന്നെ ചെയ്യാനുള്ള പ്രധാന കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു 10 വർഷത്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുക. ഓരോ ദിവസം ഓരോന്ന് വീതം ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഒരു 10 വർഷത്തോളം അത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അത് ചെയ്യുക. പിന്നെ ഉള്ളത് കുറച്ച് ജനറൽ അവയർനെസ്. 4 പാർട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അത് ഫസ്റ്റ് ഇംഗ്ലീഷ് ആണ്, പാസേജ്. അത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്പീഡ് കിട്ടിയിട്ട് അത് നിങ്ങൾ ശരിയായിക്കോളും. അത് അത്യാവശ്യം ഈസിയാണ്. 25 വേണമെങ്കിൽ ഒരു 20 അബവ് എന്തായാലും അടിക്കാൻ പറ്റിയ ഒരു പാസേജ് ആണ് ഉണ്ടാവുക. പിന്നെ ഉള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്കറിയാം, ഈ ബേസിക് മാത്സിലെ കുറച്ച് പെർസെൻറ്റേജ്, ഈ ടൈം, ക്ലോക്ക്, അതുപോലത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് ചോദിക്കുക. അതും ഇതിൻ്റെ ഒക്കെ ഐഡിയ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കിട്ടും. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരുന്നുള്ളതും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് അതും ഉള്ളത്. പിന്നെ ലോജിക്കൽ റീസണിങ് ഉണ്ട്. ഈ ലോജിക്കൽ റീസണിങ്ങിലാണ് കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത്. അതിന് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ വേറെ വല്ല, ഇപ്പം ശ്രീറാം അക്കാഡമി എന്നൊക്കെ പറഞ്ഞ് ചെന്നൈയിലൊരു അക്കാഡമി ഉണ്ട്. എല്ലാ വട്ടവും ഈ IIT HSC എന്ന് പറഞ്ഞ എക്സാമിന് വേണ്ടി ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവർ. അവരുടെ ബുക്ക് വാങ്ങുന്ന ഭൂരിഭാഗം ആൾക്കാർ അവിടെ കയറി പറ്റാറുണ്ട്. അപ്പം അങ്ങനത്തെ അവരുടെ ഓൺലൈൻ കോപ്പീസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങിന് അത് വലിയൊരു സഹായമാവും. പിന്നെ ഉള്ളത് ജനറൽ അവയർനെസ്സാണ്. ഈ ജനറൽ അവയർനെസ്സിന് നല്ലൊരു ബുക്ക്, അതിപ്പം സയൻസുകാർക്കൊക്കെ അറിയണ്ട, അരിഹന്ത് എന്ന് പറഞ്ഞ കമ്പനി അറിയണ്ടാവും, ഈ ഗൈഡിന്റെ ഒക്കെ. ആ അരിഹന്തിന്റെ തന്നെ GK ബുക്സ് ഉണ്ട്, അല്ലെ ജാഗരൺ ജോഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ ആയിട്ട് കിട്ടും ഈ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ. അപ്പൊ അതിൽ കുറച്ച് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ ആ ടെക്സ്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ പിന്നെ പൊളിറ്റിക്കൽ സയൻസ് പ്രത്യേകം നോക്കേണ്ട കാര്യമുള്ള, കാരണം ഏതെങ്കിലുമൊക്കെ നിയമം ചോദിക്കുക, അതിലും ഭേദം അത് അങ്ങനെ വിടുന്നതാണ് 1 2 ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 3 റോങ് ആൻസർ ആകുമ്പോൾ 1 മാർക്ക് പോകും. അതായത് 1:3 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പം ഇതൊക്കെയാണ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. അപ്പം എഴുതിക്കോളുക. അപ്പം നിങ്ങൾക്ക് താല്പര്യം, ഇപ്പൊ കുറെ ആൾ കൊമേഴ്സിന്റെ കാര്യം ചോദിച്ചു. അങ്ങനെ ഒരു കോഴ്സ് അവിടെ ഇല്ല. അത് റിസർച്ച് ബേസ്ഡ് ആയതുകൊണ്ടാണ് പൊതുവെ കൊമേഴ്സിന്റെ കോഴ്സ് ഇല്ലാത്ത. പക്ഷെ MBA ഇപ്പൊ 3 വർഷം, അത് 3 ബാച്ച് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട്. ജനറൽ MBA, അനലറ്റിക്സ്, MBA അനലറ്റിക്സ്, പിന്നെ MBA ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം. പക്ഷെ അത് MBA ആണ്, BBA ഇല്ല. അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് കയറാൻ പറ്റിയ കോഴ്സുകൾ. ലാംഗ്വേജ് സയൻസിൽ പഠിപ്പിക്കുക ലാംഗ്വേജിന്റെ റൂട്ട്സും സംഭവങ്ങളൊക്കെയാണ്. ഇംഗ്ലീഷ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല. അതൊക്കെയാണ് എല്ലാവർക്കും കൂടുതലായിട്ട് വന്ന ചോദ്യങ്ങൾ. അത് അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് പറയുകയാണെങ്കിൽ ഇനി എന്തേ സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. ഓക്കെ അഭയ്, വെരി താങ്ക് യു. വളരെ ലളിതമായിട്ട് എൻട്രൻസിനെ കുറിച്ച് പറഞ്ഞതിൽ. സാർ നമുക്ക് അടുത്ത ഗസ്റ്റ് ക്ഷണിക്കാം. ഹമീദ് സാർ ഓക്കെ. മുഫീദ് സമാൻ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്റഗ്രേറ്റഡ് ഫിസിക്സ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഒരുപക്ഷെ ഐസർ കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സയൻസ് ഡിപ്പാർട്ട്മെന്റുകൾ. അതുപോലെ തന്നെയാണ് ആർട്സ് സബ്ജക്റ്റും. എന്തായാലും ശ്രീ മുഫീദിനെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി, വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കാം. മുഫീദ്, ഓക്കെ കേൾക്കാം മുഫീദ്. അസ്സലാമു അലൈക്കും. പിന്നെ എന്റെ പേര് മുഫീദ് സമാൻ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്, അതായത് PG ലാസ്റ്റ് ഇയർ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിനെ പറ്റി എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അഭയ് പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്താണ് യൂണിവേഴ്സിറ്റിനെ പറ്റി അറിഞ്ഞത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ കുറേ ഉണ്ടല്ലോ. നമുക്ക് MBBS എടുക്കാം,
എഞ്ചിനീയറിംഗ് എടുക്കാം, പ്യുവർ സയൻസ് എടുക്കാം. അപ്പൊ പ്യുവർ സയൻസ് പഠിക്കാനായിരുന്നു എൻ്റെ താല്പര്യം. അങ്ങനെ അപ്പോഴാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമുകളെ പറ്റി കേൾക്കുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പിന്നെ CUSAT എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അങ്ങനെ ധാരാളം എൻട്രൻസ് എക്സാമുകൾ എഴുതിയിരുന്നു. അങ്ങനെയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എത്തിച്ചേർന്നത്. ഇതിൽ ഒന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അല്ലെങ്കിൽ MBBS കോഴ്സുകൾക്ക് അപ്പുറത്ത് എന്തിനാണ് നമ്മൾ പ്യുവർ സയൻസ് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനാണ് ആദ്യം തുടങ്ങണമെന്ന് തോന്നുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഷിയാബ്ക വളരെ വ്യക്തമായി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്തിനാണ് നമ്മൾ പ്യുവർ സയൻസ് പഠിക്കുന്നത്? ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലാണ് സംസാരിക്കുന്നത്. അപ്പൊ മൊത്തം ഇതുവരെ ലോകത്തിന്റെ ഒരു വളർച്ചയും ഇനി ഉണ്ടാവുന്ന ലോകത്തിന്റെ വളർച്ചയും എന്ന് പറയുന്നത് ക്ലിയർലി ബേസ്ഡ് ഓൺ ഈ റിസർച്ച്, പ്യുവർ സയൻസിലുള്ള റിസർച്ചുകളാണ്. ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ബയോളജിയിലായാലും ഒക്കെ ഉണ്ടാവുന്ന റിസർച്ചിന്റെ ബേസിലാണ് വളർച്ച ഉണ്ടാവുക. പിന്നീട് അത് എഞ്ചിനീയർമാർ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അതുള്ളത്. ഷിയാബ്ക്ക് അത് കൃത്യമായിട്ട് വിശദീകരിച്ചു തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്യുവർ സയൻസ് പഠിക്കാൻ തന്നെ എന്തിനാണ് നമ്മൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യണത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ നാട്ടിലൊക്കെ ഡിഗ്രി കോളേജുകളുണ്ട്. നാട്ടിൽ നമുക്ക് ഡിഗ്രി ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളെ ചങ്ങായിമാരൊക്കെ കൂടെ അടിച്ചു പൊളിച്ച് നമ്മളമ്മാരെ ചോറൊക്കെ തിന്ന് അങ്ങനെ പോണതിന് പകരം എന്തിനാണ് നമ്മൾ ഹൈദരാബാദ് പോയിട്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്യുവർ സയൻസ് ചെയ്യുന്നത്? ഇതിനാണ് അവിടെ പോയി ഡിഗ്രി ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതിനുള്ള ഉത്തരം എന്താന്ന് വെച്ചാൽ, അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പസ് ഭയങ്കര വാസ്റ്റ് ആണ്, വിശാലമായ ഒരു ക്യാമ്പസ് ഉണ്ട് എല്ലാതരം ഏരിയയിലും. ഗെയിംസിനാണെങ്കിൽ അങ്ങനെ ഭയങ്കര പഠനാന്തരീക്ഷമുള്ള, നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കുള്ളത്. അതാണ് എൻ്റെ ഒന്നാമത്തെ കാരണം. അതിനേക്കാൾ പ്രാധാന്യമുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എൻ്റെ അക്കാഡമിക്സ് പരമായിട്ടുള്ള ഒരു എക്സലൻസ് തന്നെയാണ്. നമ്മൾ ഇപ്പൊ നാട്ടിലൊക്കെ പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഭയങ്കര ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നൊബൽ പ്രൈസിനൊക്കെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ കീഴിൽ പഠിച്ചിട്ടുള്ളവരായ പ്രൊഫസേഴ്സിന് കീഴിലൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സബ്ജക്ട് ബേസ്ഡ് ഭയങ്കര ബേസ് ഉണ്ടാവാൻ അത് നമ്മളെ സഹായകരാകും. ഇപ്പൊ നമ്മൾ വിഷയത്തിൽ നല്ല അവഗാഹം ഉണ്ടാക്കാൻ നമ്മളതിനെ സഹായിക്കുന്നത് മാത്രമല്ല, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഈ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി ഭയങ്കര കമ്മ്യൂണിക്കേഷനുള്ള, അവർ ഭയങ്കര ഇന്റർനാഷണൽ കോൺഫറൻസിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ട് കണക്ഷൻ നമുക്ക് കിട്ടും. അപ്പം പ്രൊഫസേഴ്സ് വഴി നമുക്ക് ഇന്റർനാഷണൽ കണക്ഷൻസ് കിട്ടുന്നത് വഴി ഇപ്പൊ PG ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PhD ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടും. പിന്നെ അഭയ് പറഞ്ഞ പോലെ തന്നെ വളരെ പ്യുവർ റിസർച്ച് ഓറിയന്റഡ് ആയ ഒരു സിലബസ് ആണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ കാരണം. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്തിന് നമ്മൾ ഡിഗ്രി പോലുള്ള ഒരു കോഴ്സിന് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഉത്തരമാണ്. പിന്നെ മൂന്നാമത്തെന്ന് വെച്ചാൽ വളരെ ചീപ്പാണ്. അപ്പം സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അവിടുത്തെ ഫീസുകളൊക്കെ ഭയങ്കര ചീപ്പാണ്. ഈ പറയുന്ന പോലെ മെസ് ഫീ ആണെങ്കിൽ പെർ ഡേ 50 രൂപ മുതൽ 60 രൂപ വരെയൊക്കെ വരുന്ന, അല്ലെങ്കിൽ മെസ് ഫീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിന് 500 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ സയൻസ് കോഴ്സുകൾക്കാണെങ്കിൽ 2000 to 3000 വരെ ആണ് ഒരു സെമസ്റ്ററിൽ ഉണ്ടായേക്കാവുന്ന ഫീ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചീപ്പാണ് എന്നുള്ളതാണ് അതിന്റെ മൂന്നാമത്തെ കാരണം. നാലാമത്തെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് വാഹിദ് സർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയങ്കര പൊളിറ്റിക്കലി വൈബ്രന്റ് ആയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് സിനാരി അല്ലെങ്കിൽ ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അതിനോടൊക്കെ പ്രതികരിക്കുകയും അതിനോടൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ പ്രധാനപരമായ, നിങ്ങളൊക്കെ ചിലപ്പം ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവണം, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പം ഈ കഴിഞ്ഞ പൗരത്വത്തിന്റെ പ്രശ്നങ്ങളായാലും ഈ പ്രശ്നങ്ങളിലൊക്കെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് വളരെ പൊളിറ്റിക്കലി വൈബ്രന്റ് ആയ ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു അവയർനെസ് കിട്ടും. സാമൂഹികപരമായും സാംസ്കാരികപരമായും കുറച്ചുകൂടി ഒരു അവയർനെസ് കിട്ടും. അത് വളരെ ഒരു വലിയൊരു ഫാക്ടറാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ എന്തിനു നമ്മൾ ഒപ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ വലിയൊരു ഫാക്ടറാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഡിഗ്രി പഠിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യണം പറയുന്നത്. രണ്ടാമത്തെ സംഗതി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രാധാന്യമുള്ളതുകൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടണമല്ലോ. ഈ എത്തിപ്പെടാം എന്നുള്ള സംഗതി വളരെ സിമ്പിൾ ആണ്. എൻട്രൻസ് എക്സാം വഴി മാത്രമേ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കുട്ടികൾ എടുത്തിട്ടുള്ളൂ. 65% മുകളിൽ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എടുക്കാൻ പറ്റും. താരതമ്യേന എന്ന് പറയുമ്പോൾ നമ്മളിപ്പം
നീറ്റ് എക്സാമിനെയും കീം എക്സാമിനെ, അതായത് എഞ്ചിനീയറിംഗ് എക്സാം കേരള ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് എക്സാമായ കീം എക്സാമിനേക്കാളും നീറ്റ് എക്സാമിനേക്കാളൊക്കെ ഈസി ആയിട്ടുള്ള എക്സാം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ എക്സാം. നമ്മുടെ ഒരു പ്ലസ് ടുവിലെ ഒരു സാധാരണ ഒരു തിയറിയും കുറച്ചൊരു NCERT ഒക്കെ സോൾവ് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലേ ഉള്ളൂ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം പേപ്പർ പറയുന്നത്. നാല് സബ്ജക്റ്റുകളിൽ നിന്നായിട്ട് 100 മാർക്കിനാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഉണ്ടാവുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ്, 4 സബ്ജക്റ്റുകളിൽ നിന്നായിട്ട് 100 മാർക്കിന് എക്സാം ഉണ്ടാവും. അതായത് ഒരു സബ്ജക്റ്റിന് 25 മാർക്കിന് എക്സാം ഉണ്ടാവും. ഫിസിക്സിന് 25 ഉണ്ടാവും, കെമിസ്ട്രിക്ക് 25 ഉണ്ടാവും, മാത്സിന് 25 ഉണ്ടാവും, ആൻഡ് ബയോളജിക്ക് 25 ഉണ്ടാവും. അപ്പം ഈ 25 അപ്പൊ 100 മാർക്കിൽ ഏകദേശം ഒരു 50 മാർക്കിന്റെ മുകളിലോ 50 മാർക്കിന്റെ അടുത്തായിട്ട് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 100 മുതൽ 200 റാങ്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ, 200 റാങ്കിന് താഴത്തുള്ളവർക്ക് സാധാരണ പൊതുവെ കിട്ടാറുണ്ട്. 100 മുതൽ 200 റാങ്ക് വരെയുള്ള ആളുകൾക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാറുണ്ട്. അപ്പൊ എൻട്രൻസ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് ഒന്നാം സംഗതി. സിലബസ് വളരെ സിമ്പിൾ ആണ്. നമ്മളെ സാധാരണ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രം, പ്ലസ് ടുവിലെ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. 4 സബ്ജക്റ്റുകളിൽ നിന്നായിട്ടുള്ള 100 മാർക്ക് ചോദിക്കും. അതിൽ പകുതിയിൽ അധികം 50 മാർക്കിലധികം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്ന 5 കോഴ്സുകളാണ്. ഒന്ന് ഫിസിക്സ്, ഇന്റഗ്രേറ്റഡ് ഫിസിക്സ്, ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രി, ഇന്റഗ്രേറ്റഡ് ബയോളജി, പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ജിയോളജി എന്നാണ്. ജിയോളജി എർത്ത് സയൻസ് ആണ്. ഈ 5 കോഴ്സുകളിലായിട്ട് ഒരു കോഴ്സിന് 18 സീറ്റുകളാണ് ഉണ്ടാവുക. 18 സീറ്റ് എന്ന് പറയുമ്പോൾ 11 സീറ്റുകൾ, 9 സീറ്റുകൾ ജനറലിലും 4 OBC സീറ്റുകളും 2 SC ST, പിന്നെ അംഗവൈകല്യമുള്ള ആളുകൾക്ക് 1 സീറ്റും. അങ്ങനെയാണ് അതുള്ളത്. 18 സീറ്റുകൾ മൊത്തം. 18 സീറ്റ് ഒരു സബ്ജക്റ്റിന്. ഇപ്പൊ ഫിസിക്സിന് 18 സീറ്റ്, കെമിസ്ട്രിക്ക് 18 സീറ്റ്, മാത്തമാറ്റിക്സിന് 18 സീറ്റ്, ബയോളജിക്ക് 18 സീറ്റ്, ആൻഡ് അപ്ലൈഡ് ജിയോളജിക്ക് 18 സീറ്റ്. ഏകദേശം സയൻസ് ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം ഏകദേശം 80 കുട്ടികൾക്ക് അടുത്ത് അവര് അഡ്മിഷൻ എടുക്കും. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 200-ന്റെ ഉള്ളിൽ റാങ്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. അങ്ങനെ ഇതാണ് അഡ്മിഷനും എൻട്രൻസ് എക്സാമിന്റെ ഒരു ക്രൈറ്റീരിയ. എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് 200-ന്റെ ഉള്ളിൽ വരിക എന്നുള്ളതാണ്. പിന്നെ 18 സീറ്റുകൾക്കുള്ളിൽ എത്തിപ്പെടുക. അപ്പം ഇതാണ് എൻട്രൻസ് അവിടെ എത്തിച്ചേരാനുള്ള ഒരു മാർഗം. പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ഈ സയൻസ് കോഴ്സുകൾ സിലബസ് എങ്ങനെയാണ് അവർ വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ സിലബസ് അവർ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നുള്ളതെന്ന് ചോദിച്ചാൽ 5 കൊല്ലമാണ് നമുക്ക് പഠിക്കാണ്ടാവുക. ഈ 5 കൊല്ലത്തിൽ 3 കൊല്ലം കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിച്ച് ഡിഗ്രി മാത്രം എടുത്തിട്ട് പോകാവുന്നതാണ്. അതിപ്പോൾ എടുത്ത് കൊടുത്തിട്ടുള്ളൂ ഓപ്ഷൻ. പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോഴ്സ് ഓഫർ ചെയ്യുന്നത് ആദ്യത്തെ 2 കൊല്ലം, ഈ 5 കൊല്ലത്തിൽ ആദ്യത്തെ 2 കൊല്ലം നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിക്കണം. ഒന്നാമത്തെ കൊല്ലം ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷും കൂടെ അതിന്റെ കൂടെ പഠിക്കണം. ആദ്യത്തെ 2 കൊല്ലം നിങ്ങൾ ബയോളജിയും, ഇപ്പൊ നിങ്ങൾ ഫിസിക്സ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ ബയോളജി പഠിക്കേണ്ടി വരും, കെമിസ്ട്രി പഠിക്കേണ്ടി വരും, മാത്തമാറ്റിക്സും പഠിക്കേണ്ടി വരും, എർത്ത് സയൻസിന്റെ ചില ഭാഗങ്ങളും നിങ്ങൾ പഠിക്കേണ്ടി വരും ആദ്യത്തെ 2 കൊല്ലം. 2 കൊല്ലത്തിന് ശേഷം നമ്മൾ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് മാറും. ഒന്നുകൂടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ഫിസിക്സിൽ മാത്രം പിന്നീട് 3 കൊല്ലം പഠിക്കും. അങ്ങനെയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോഴ്സ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 2 കൊല്ലം എല്ലാ വിഷയങ്ങളെ കുറിച്ചും പഠിക്കണം, ലാബ് ഉണ്ടാവും. പിന്നീടുള്ള 3 കൊല്ലം നമ്മൾ ഫിസിക്സ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഫിസിക്സ് മാത്രം, കെമിസ്ട്രി ആണ് എടുക്കുന്നുണ്ടെങ്കിൽ കെമിസ്ട്രി മാത്രം, മാത്സ് ആണ് എടുക്കുന്നെങ്കിൽ മാത്സ് മാത്രം. അങ്ങനെയാണ് കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഈ 3 കൊല്ലത്തിൽ തന്നെ അവസാനത്തെ കൊല്ലം ഉണ്ടാവുക ഒരു പ്രൊജക്ട് ബേസ്ഡ് ആയിരിക്കും. അവസാനത്തെ കൊല്ലം ഉണ്ടാവുക പ്രൊജക്ട് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ഒരുപാട് പ്രൊഫസേഴ്സിന്റെ കീഴിൽ, ആരുടെയൊക്കെ കീഴിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നു. അങ്ങനെ അത് വളരെ ഭയങ്കര ഒരു എക്സ്പോഷർ ആണ്. നമുക്ക് ഒന്നും കൂടിയൊക്കെ എങ്ങനെയാണ് റിസർച്ചുകൾ നടക്കുന്നത്, എന്തൊക്കെ റിസർച്ചുകളാണ് ലോകത്ത് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും. അപ്പം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ പ്യൂർലി റിസർച്ച് ഓറിയന്റഡ് ആണെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം തന്നെ കൃത്യമായ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പുസ്തകത്തിൽ നിന്ന് പഠിക്കുക, നമ്മൾ ഈ നേരത്തെ കാണിച്ച പോലെ തന്നെ ലൈബ്രറി പോയി പഠിക്കുക, അപ്പൊ തന്നെ വളരെ വൈഡായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു വലിയൊരു ഫാക്ടർ. അത് നമ്മൾ നന്നായിട്ട് ഗുണം ചെയ്യും തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഈ പൊളിറ്റിക്കൽ വൈബ്രൻസിനെ കുറിച്ചൊന്നും ഞാൻ അധികം പറയണമെന്ന് തോന്നുന്നുണ്ട്, ധാരാളമായിട്ട് കേട്ടതുമാണ്. പിന്നെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുമാണ്, പിന്നെന്താ വെച്ചാല്
ഇതാണ് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്യുവർ സയൻസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് പ്യുവർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് സെൻട്രൽ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ +2 പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഇയറിൽ തന്നെ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ, അതേ ഇപ്പം 2020 നിങ്ങൾ +2 പഠിച്ച് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2020 തന്നെ നിങ്ങളൊരു പ്യുവർ സയൻസിന് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെന്നില്ല, ഏത് കോളേജിൽ നിങ്ങൾ പ്യുവർ സയൻസ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് 98% മുകളിൽ മാർക്ക് +2 ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് സെൻട്രൽ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ് ആണ്. 5000 രൂപ പെർ മന്ത് 5 കൊല്ലം ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഡിഗ്രിയും PGയും കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് അത് ഓഫർ ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു സ്കോളർഷിപ്പാണ്. നമ്മൾ ഇങ്ങനെ പ്യുവർ സയൻസിൽ എടുക്കുന്ന അധികം ആൾക്കാർ മിസ്സായി പോവാറുണ്ട്, ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അപ്പം ഇതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. നമ്മൾ പ്യുവർ സയൻസ് എടുക്കുക എന്ന് പറയുന്നത് അപ്പാർട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് MBBS ഒരു മൊത്തത്തിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് ഇപ്പോൾ ആവശ്യമുള്ളതും ഒന്നുകൂടെ നമുക്ക് നമ്മളുടെ ഒരു പ്രൊഫഷണൽ, നമ്മുടെ ഒരു വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എൻട്രൻസ് എക്സാമിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അഡ്മിഷന്റെ കാര്യവുമായി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു മുഫീദ് സമാൻ. വളരെ നന്ദി. കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഫിസിക്സ് ഇന്റഗ്രേറ്റഡ് കോഴ്സിനെ കുറിച്ചും എൻട്രൻസിനെ കുറിച്ചും പറഞ്ഞതിൽ ഈ ഒരുപാട് സംശയങ്ങൾ ചാറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ സമയത്തൊക്കെ നമ്മളെ അഭയ് പ്രകാശ് വളരെ ടൈമിൽ ഇടപെട്ടുകൊണ്ട് കുട്ടികളുടെ സംശയം ദൂരീകരിക്കുന്നു. അഭയ് പ്രകാശിന് ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. 3 പേരും ലൈനിലുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വിടാം. അമി സാർ വായിക്കോലോ? കുട്ടികളുടെ ഡൗട്ട്സ് 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യും. പെട്ടെന്ന് നമ്മൾ തന്നെ കമന്റുകൾ വരുന്നുണ്ട്. വെരി ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നൊക്കെ പറഞ്ഞ് കമന്റ് വരുന്നുണ്ട്. ജിയോഗ്രഫിയുടെ സാധ്യത നേരത്തെ പറഞ്ഞതാണ്. ക്രിമിനോളജി കോഴ്സ് ഉണ്ടോ? ഇല്ല അല്ലെ? അഭയ് പ്രകാശ് മറുപടി പറയുന്നുണ്ട്. സാറേ ആർക്കെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണോ? ഓക്കെ. 3 പേരുടെ നമ്പർ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. അവരോട് പെർമിഷനോട് കൂടിയിട്ട്. സഹൽ സയ്യിദ് ചോദിച്ചോളൂ. കൈ പൊക്കിയുണ്ട്, അൺമ്യൂട്ട് ചെയ്തോളൂ. സഹൽ സയ്യിദ് വെറുതെ പൊക്കിയതാണോ? ഇല്ല, ചോദിക്കുന്നില്ല. പിന്നെ ഹമീദ് സാറേ, സമീർ സാർ പറഞ്ഞു. ഹമീദ് സാർ, ഞാൻ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഇല്ലായിരുന്നു. ഏതായാലും ഇപ്പൊ ഡയറക്ടർ വണ്ടർഫുൾ ആയിരുന്നു, ഒന്ന് പറയാതെ വയ്യ. ഞാനും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോയിട്ടില്ല. ഇപ്പൊ പോകാതെ പറ്റില്ല എന്ന് കൈ വന്നിട്ടുണ്ട്. അപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് നിങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളും ഒന്ന് പോകണം. മാത്രല്ല ഇവരുടെ ടോക്ക് കൂടെ കേട്ടോട് കൂടിയിട്ട് അവരുടെ ടോക്ക് അതിലപ്പുറം നമുക്കിനി പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള എന്റെ ഒരു ദുഃഖം. പറയണ്ടോ അവർക്ക് എന്തെങ്കിലും പറയണ്ടോ? ഹലോ പേര് സ്കോളർഷിപ്പിന്റെ കാര്യം കൂടെ പറഞ്ഞാൽ കൊള്ളാം. ആയിക്കോട്ടെ, മൈക്ക് അടുത്ത് പിടിച്ച് പറയാം. ഇപ്പൊ കേക്കാവോ? പറഞ്ഞോളൂ. അപ്പം +2 കഴിയുന്ന 85 above% ഉള്ള ഏതൊരു കുട്ടിക്കും ഈ സയൻസസ് അല്ലെ സോഷ്യൽ സയൻസസ് പെർസ്യൂ ചെയ്യാൻ പോകുമ്പം അപ്ലൈ ചെയ്യാൻ പറ്റിയ സ്കോളർഷിപ്പാണ് ഈ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. 85 above% മതി. സ്റ്റേറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, ഏത് സിലബസ് ഉണ്ടെങ്കിലും ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അത് ഫസ്റ്റ് 3 years ആകുമ്പം 10,000 per year ആയിട്ട് കിട്ടും. പിന്നെ PG ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. 50,000 per year കിട്ടും 2 വർഷത്തേക്ക്. അപ്പം ഈ ഒരുപാട് സഹായത ഇതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പലരും ഒരുപാട് റിസർവേഷനൊക്കെ കൊടുത്ത് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് ഒക്കെയാണ് HCU. അപ്പൊ അവർക്കൊക്കെ പലപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയായിട്ട് നിൽക്കുന്ന സ്കോളർഷിപ്പാണ്.
നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് NSP എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. +2 കഴിഞ്ഞിട്ട് 85 above% ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാം. അത് യൂണിവേഴ്സിറ്റി നിന്നൊക്കെ ചെയ്യാൻ എന്തായാലും കിട്ടുന്ന സ്കോളർഷിപ്പ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെരി ഇൻഫോർമേറ്റീവ്. അമീർ സാർ ഉണ്ടോ? ഡൗട്ട്സുകൾ ഉണ്ടോ? ഇനി ബോക്സിൽ നോക്കിയോ? ഇല്ല, പ്രത്യേകിച്ച് ഒരു ജിയോളജി കോഴ്സ് ഉണ്ടോ ചോദിക്കുന്ന മുഫീദ് ആരാ പറയാൻ? അപ്ലൈഡ് ജിയോളജി എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. ഹലോ, അതെ അതെ, പറഞ്ഞോളൂ. ജിയോളജി അല്ലേ? നമ്മള് ആദ്യത്തെ 2 കൊല്ലമാണ് അപ്ലൈഡ് ജിയോളജിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോഴ്സ് പഠിച്ചത്. അത് ഇന്റഗ്രേറ്റഡ് MSc അല്ലേ? ഇന്റഗ്രേറ്റഡ് MSc അല്ലേ? ഇന്റഗ്രേറ്റഡ് MSc ആണ്. അതിന്റെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ് കറക്റ്റ് അറിയില്ല. ഇതുപോലെ തന്നെയാണ് 2 കൊല്ലം എല്ലാ വിഷയവും പഠിക്കണം, പിന്നെ 3 കൊല്ലം അപ്ലൈഡ് ചെയ്യണം. അതിന്റെ വരുന്ന സിലബസുകൾ എന്താണെന്നുള്ള നമുക്ക് അറിയില്ല. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതേ പലപ്പോഴും പലർക്കും അറിയില്ല. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് കോഴ്സ് 3 വർഷം കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോരാലോ അല്ലെ? അപ്പൊ നമുക്ക് BA ഡിഗ്രി കിട്ടുമല്ലോ. വന്നിട്ടുണ്ടല്ലോ, ഡിഗ്രി കിട്ടും. ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ട്. ചില സ്ഥാപനങ്ങളിൽ ഇല്ല അല്ലെ? ചില സ്ഥാപനങ്ങളിൽ ഇല്ല. ചില സ്ഥാപനങ്ങളിൽ ഇപ്പോഴും അത് തുടങ്ങിയിട്ടില്ല. എക്സിറ്റ് ഓപ്ഷൻ. അതെ, 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് BA അല്ലെങ്കിൽ BSc ആയിട്ട് പോരാൻ പറ്റൂലേ? ഇവിടെ പറ്റും. ഹൈദരാബാദ് സെൻട്രൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. ബോട്ടണി കോഴ്സ് ഉണ്ടോന്ന് ചോദിക്കുന്നത്. ബോട്ടണിക്ക് പകരം ബയോളജിക്കൽ സയൻസ് അല്ലേ? ബോട്ടണി എന്നല്ല, ലൈഫ് സയൻസ് എന്നാണ് അതിന്റെ പേര്. അത് വേറെ രീതിയിലാണ് ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തത്. അത് ഒന്നും കൂടിയൊക്കെ അത് കറക്റ്റ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള വിഷയമാണ്. ബോട്ടണി എന്ന് പറയുമ്പോൾ നമ്മള് ബോട്ടണി സുവോളജി എന്ന് പറയുന്ന 2 വിഷയമില്ല. ലൈഫ് സയൻസ് എന്നാണ് കോഴ്സിന്റെ പേര്. റിസർച്ച് ഓറിയന്റഡ് ആണ്. അതിന്റെ സിലബസ് മെറ്റീരിയൽ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. എങ്ങനെയാണ് അതിന്റെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തത്. ഞാൻ അതിനെ കുറിച്ച് പറയാൻ. ബയോകെമിസ്ട്രി, പ്ലാന്റ് സയൻസ് ഒക്കെ അതിൽ വരുന്നുണ്ടല്ലേ? പ്ലാന്റ് സയൻസ്, അനിമൽ ബയോളജി ഒക്കെ വരുന്നതല്ലേ? ഒക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഡെപ്തിലാണ്, എത്രത്തോളം വാസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ ആധികാരികമായി ഞാൻ പിന്നീട് പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ അവിടെ? പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ട്. ഇന്റഗ്രേറ്റഡ് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഓക്കെ, ഇന്റഗ്രേറ്റഡ്. ഓക്കെ പൊളിറ്റിക്കൽ സയൻസ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് മക്കളെ? പെട്ടെന്ന് ചോദിച്ചോളൂ. എന്തായാലും ഒത്തിരി കമന്റുകൾ വന്നിട്ടുണ്ട്. വെരി യൂസ്ഫുൾ ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അതുപോലെ മുഫീദ് സാറിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും നമ്പർ ഗ്രൂപ്പിൽ അവരുടെ പെർമിഷൻ. അതുപോലെ അഭയകൃഷ്ണ നമ്പർ കുട്ടികൾക്ക് കൊടുക്കാലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാലോ. ഓക്കെ, അതെന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ മക്കളെ. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. വേറെ എന്തെങ്കിലും ഇല്ല? ഇബ്രാഹിം സാർ സാറേ, ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് സംസാരിക്കുന്ന നല്ലതാണ്. അതെ അതെ, ഒന്ന് കൈ പൊക്കുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാം. ആരെങ്കിലും സംസാരിക്കാറുണ്ടെങ്കിൽ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലിടും. അതെ അതെ, അത് ഈ കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവര് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. സൈറ്റിലുണ്ട് അല്ലേ? സൈറ്റിലുണ്ട്. സൈറ്റിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും അഭിപ്രായം പറയാണ്ടെങ്കിൽ നമ്മള് ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കട്ടോ. 1-2 ആള് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പെട്ടെന്ന് കൈപ്പൊക്കി കഴിഞ്ഞാല് അൺമ്യൂട്ട് ചെയ്ത്. സഹൽ സയ്യിദ് കൈപ്പൊക്കിണ്ട്. അതല്ല, അത് ഞാൻ കുറെ ചെയ്തു കൊടുത്തു. അൺമ്യൂട്ട് അല്ലല്ല, പക്ഷെ ചെയ്യുന്നില്ല. അതിപ്പോ പൊക്കിയിട്ടുണ്ട്. ജാഫർ സംസാരിച്ചോളൂ. ജാഫർ സിദ്ദീഖ്, ഓക്കെ, സംസാരിച്ചോളൂ. സൗണ്ട് കൂടി സംസാരിച്ചോളൂ. കേൾക്കുന്നില്ലല്ലോ? സംസാരിക്കുന്നില്ല. സംസാരിക്കൂ. ഹലോ, ജാഫർ സാദിഖിന്റെ നമ്പർ ഒന്നല്ലേ? ആരും കേൾക്കുന്നില്ല കേട്ടോ. പാലിയന്തോളജി കോഴ്സ് ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരെ മറുപടി പറയാം? ഇല്ല, പാലിയന്തോളജി ഇല്ല. ആർക്കിയോളജി കോഴ്സ് ഇല്ല. അല്ലാതെ ആസ് എ കോഴ്സ് അതില്ല.
ഓക്കെ, എന്തായാലും സത്യം പറയല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ കോഴ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നല്ല ധാരണ കിട്ടാൻ നിങ്ങളുടെ ടോക്ക് സഹായിച്ചിട്ടുണ്ട്. അതിലൂടെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അതെ ഷിഹാബ് ആൻഡ് അഭയ്. ഞങ്ങൾക്ക് നിങ്ങളെ സമ്മാനിച്ച ഞങ്ങളുടെ ഹമീദ് സാർ, അത് പ്രത്യേകം പറയും, നന്ദി പറയുമ്പോ. വൈൻഡപ്പ് ചെയ്യാം ഇബ്രാഹിം സാർ. ഷാജി സാർ ഷാജി സാർ കേറിയിട്ടില്ല, നെറ്റ് കുറവാന്ന് തോന്നുന്നു. ഷാജി സാർ ഉണ്ടോ? ഇല്ല. ഇബ്രാഹിം സാർ എന്നാ കൺക്ലൂഡ് ചെയ്തോളൂ. ഞാൻ അതെ ഇല്ല. പിന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു 1.5 മണിക്കൂറോ ഏകദേശം 1.5 മണിക്കൂർ സമയമായി നമ്മൾ ഈ ഒരു വെർച്വൽ ടൂർ പ്രോഗ്രാമിലേക്ക് വന്നിട്ട്. ഇബ്രാഹിം സാർ, അമിത് സാർ കേൾക്കുന്നുണ്ടോ? ഇബ്രാഹിം സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നു. സാർ കേൾക്കുന്നില്ല. മജീദ് സാർ ഇല്ലെങ്കിൽ വേറെ ആരും വിളിക്കണം. ജസ്റ്റ് ടീച്ചർ ടീച്ചർ ഉണ്ടായില്ലേ? ജസ്റ്റ് ടീച്ചർ ഷമീർ സാറിനെ വിളിച്ചോ. ജസ്റ്റ് ടീച്ചർ ഉണ്ടോ? ഷമീർ സാർ, ആ ജസ്റ്റ് ടീച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഷമീർ സാർ ആരെങ്കിലും ഒന്ന് ഓണാക്കോട്ടെ. ഓക്കെ. സമീർ സാർ. ഹലോ. അല്ലെങ്കിൽ ജസ്റ്റ് ടീച്ചർ ആരെ? ഒരു മിനിറ്റ്. ഹലോ സാർ. ഷാജി സാർ വന്നിട്ടുണ്ടോ? ഷാജി സാറ് വന്നിട്ടുണ്ടോ? ഷാജി സാറുണ്ട്. ആയിക്കോട്ടെ. ഷാജി സാറേ, കേൾക്കുന്നില്ല സാറേ, ഒന്നും കേൾക്കുന്നില്ല. സമീർ സാർ പറയൂ, അത് റേഞ്ചില്ല. ഹലോ. ഞാൻ സ്വാഗതം പറയുമ്പോ ഒരാളെ അൺമ്യൂട്ട് ചെയ്യണം തോന്നുന്നു. ഹലോ. അതാ ഒരു സൗണ്ട് എന്താ പ്രശ്നമുണ്ട്? ഷാജി സാർ അല്ലേ? ഹലോ. ഹലോ. ഓക്കെ. അപ്പൊ ഞാൻ സ്വാഗതം പറയുമ്പോ എനിക്ക് കഴിഞ്ഞ വിർച്വൽ ടൂറിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഡെപ്ത് അറിയില്ലായിരുന്നു. അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് ഞാനിതിന്റെ ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത്. ടൂറ് മാത്രമല്ല, ആ ക്യാമ്പസിൽ പഠിച്ച 3 പേരുടെ അനുഭവങ്ങള് വെറും ഒരു പറച്ചിലല്ല. അവർ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് കുട്ടികൾ അതിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിൽ വളരെ ഡിസ്ക്രിപ്റ്റീവായി പറഞ്ഞതാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഡിസ്ക്രിപ്റ്റീവായി പറഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേട്ട കുട്ടികൾക്കൊക്കെ ആ ക്യാമ്പസ് കാണുകയും ക്യാമ്പസിൽ പഠിക്കുന്ന 3 പേര് വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഏതൊരു കുട്ടിക്കും എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പഠിച്ചാൽ കൊള്ളാം തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എനിവേ, നമ്മുടെ ഗസ്റ്റിന് ആദ്യമായിട്ട് ഞാൻ എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുകയാണ്. ഷിഹാബ്, അഭയ് പ്രകാശ്, മുഫീസ് സമാൻ തുടങ്ങിയ 3 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾക്കും ഞങ്ങളുടെ CG&SE മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിന് വേണ്ടി അതോടൊപ്പം എൻ്റെ വ്യക്തിപരമായും എല്ലാവിധ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം വേണം. ഞങ്ങളുടെ ഒരുപാട് കുട്ടികൾക്ക് ആ ക്യാമ്പസിലൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് വഴികാട്ടിയായി നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ ടൂർ മനോഹരമായി സംഘടിപ്പിച്ച ഹമീദ് സാറെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം ഇതിന് വളരെ മനോഹരമായി ആങ്കറിംഗ് സ്റ്റൈൽ ഇൻട്രഡക്ഷൻ നൽകിയ അബ്ദുൽ മജീദ് സാറ്, അതോടൊപ്പം ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോകുന്ന സത്യത്തില് ഇബ്രാഹിം സാറ്, അതോടൊപ്പം ജില്ലയുടെ അനിൽ സാറ്, ആരൊക്കെയാണോ ഈ
ഈ ഗ്രൂപ്പിൽ ഉള്ളതെന്നറിയില്ല. ഉള്ള എല്ലാ കരിയർ ഗൈഡൻസിന്റെ അധ്യാപകർ, അതോടൊപ്പം രക്ഷിതാക്കൾ, അതോടൊപ്പം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നാളെ നിങ്ങളൊരാൾ ഈ ക്യാമ്പസിൽ എത്തുമ്പോഴാണ് ഞങ്ങളൊക്കെയും നിർവൃതി അടയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അവസാനിപ്പിക്കാമല്ലോ അല്ലേ സാറേ? സാർ ഓക്കെ. താങ്ക് യു.